പ്രിയപ്പെട്ടവരെ, ഇന്നേ ദിവസം നമ്മൾ ചർച്ച ചെയ്യുന്നത് ക്രിസ്തുമതം അക്രമം പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ള വിഷയത്തെ പറ്റിയാണ്. മെയിനായിട്ട് പഴയ നിയമം എടുത്തിട്ടാണ് പലരും പറയാറുള്ളത്. ക്രിസ്തുമതത്തിൽ നിറയെ അക്രമമാണ്, അല്ലെങ്കിൽ ബൈബിളിൽ നിറയെ അക്രമമാണ് അവർ എഴുതി വച്ചിരിക്കുന്നത്. പഴയ നിയമം എടുത്തു നോക്കൂ, അവിടെയൊക്കെ ദൈവം മറ്റുള്ളവരെ കൊല്ലാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്, മറ്റു പല ജനങ്ങളെ ആക്രമിച്ച് കീഴടക്കാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ ഒരു സൈഡിൽ പറയുന്നു ദൈവം വളരെ കാരുണ്യവാനും സ്നേഹസമ്പന്നനുമാണെന്ന് പറയുന്നു. പക്ഷേ മറു സൈഡിൽ ദൈവം മറ്റുള്ളവരെ നശിപ്പിക്കാനായിട്ട് ആവശ്യപ്പെടുന്നു, മറ്റുള്ളവരെ കൊല്ലുന്നു, നിഷ്കരുണം കൊലപാതകം ചെയ്യുന്നു എന്നുള്ള കാര്യത്തെ പറ്റി. അപ്പോൾ അങ്ങനെ രണ്ട് വിരോധാഭാസങ്ങൾ ബൈബിളിലുണ്ട്. അതുകൊണ്ട് ദൈവം വളരെ നീചനും അതുപോലെ കരുണയില്ലാത്തവനാണ്, അല്ലെങ്കിൽ ഈ ബൈബിളിൽ തന്നെ പല രീതിയിലും പല ഭാഗങ്ങളിലും വളരെ കോൺട്രഡിക്ഷനായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ബൈബിൾ വിശ്വസിക്കേണ്ട പുസ്തകമല്ല എന്നുള്ളതൊക്കെ അങ്ങനെയൊക്കെ പല രീതിയിലും ഇതിനെ വ്യാഖ്യാനിക്കാറുണ്ട്. ശരിക്കും യഥാർത്ഥത്തിൽ എന്താണ്? നമുക്കറിയാം, പുതിയ നിയമത്തിൽ ഒരു സ്ഥലത്ത് പോലും നമുക്ക് ഇങ്ങനെ കാണാനായിട്ട് സാധിക്കില്ല. യേശു ക്രിസ്തു ഒരിക്കലും പറഞ്ഞിട്ടില്ല ഒരു മനുഷ്യനെ ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ ഒരാളെ കൊല്ലാനോ വേറൊരാളെ ആക്രമിച്ച് കീഴടക്കാനോ ഒന്നും യേശു ക്രിസ്തു പറഞ്ഞിട്ടില്ല. പുതിയ നിയമത്തിൽ ഒരിടത്ത് പോലും നമുക്ക് അങ്ങനെ കാണാനായിട്ട് സാധിക്കില്ല. മറ്റുള്ളവരെ, ശത്രുക്കളെ സ്നേഹിക്കുക, 1 മൈൽ ദൂരം പോകാൻ ആഗ്രഹിക്കുന്നതിനോട് കൂടെ 2 മൈൽ ദൂരം പോവുക, ഒരുടുപ്പ് എടുക്കുന്നവന് വേറൊരു മേലങ്കി കൂടി നൽകുക, അങ്ങനെയുള്ള വചനങ്ങളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഇതെന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? പുതിയ നിയമത്തിൽ വന്നപ്പോൾ വളരെ വ്യത്യസ്തമായിട്ട് വന്നു. എന്നാൽ പഴയ നിയമത്തിൽ ഇങ്ങനെ പറയുന്നു, കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്നുള്ള തരത്തിലുള്ള നിയമങ്ങൾ. ഒരാളെ കൊന്നു കഴിഞ്ഞാൽ മറ്റൊരാൾ വധിക്കപ്പെടണം, അല്ലെങ്കിൽ അങ്ങനെ എന്ത് കാര്യത്തിനും അതിനെതിരെ അതേപോലെ തന്നെയുള്ള ഒരു പ്രതികാരം അയാൾക്കും ചെയ്തയാൾക്കും സംഭവിക്കണം എന്നുള്ള കാര്യമാണ് പഴയ നിയമത്തിൽ കൊടുത്തിരിക്കുന്ന നിയമങ്ങളിൽ ഭൂരിഭാഗവും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ പഴയ നിയമം വാലിഡ് അല്ലേ? പുതിയ നിയമം എന്തുകൊണ്ട് അങ്ങനെ യേശു പറഞ്ഞു? എന്നാൽ ദൈവമാണെങ്കിൽ, പഴയ നിയമത്തിലെ ദൈവം തന്നെയാണ് പുതിയ നിയമത്തിലെങ്കിൽ എന്തുകൊണ്ട് ഇതൊക്കെ മാറ്റം വരുത്തി എന്നുള്ളതൊക്കെയാണ് പലരുടെയും സംശയം. നമുക്കതിനൊരു ഉത്തരം കണ്ടെത്താനായിട്ട് ശ്രമിക്കാം. നമുക്ക് കത്തോലിക്ക സഭയിലൊക്കെ അതിന് കൃത്യമായിട്ടുള്ള ഉത്തരങ്ങളും പഠനങ്ങളും ഉണ്ട്. എൻ്റെ വാക്കുകളിൽ നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിലും അല്ലെങ്കിൽ എൻ്റെ വാക്കുകൾ വിശ്വസിക്കാത്തവരുണ്ടെങ്കിൽ എല്ലാവർക്കും കത്തോലിക്ക സഭയുടെ പഠനങ്ങളൊക്കെ റെഫർ ചെയ്യാവുന്നതാണ്. എന്താണ് സഭയുടെ ദൈവശാസ്ത്രമെന്നും ഇതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നതെന്നും നിരവധി സഭാ പണ്ഡിതന്മാർ അതിനൊക്കെ ഉത്തരം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് അതിൻ്റെ ശരിയായ ഉത്തരങ്ങൾ ലഭിക്കുകയും. ഇപ്പോൾ ഇവിടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എൻ്റെ ചിന്തയിലുള്ള കുറച്ച് ഉത്തരങ്ങളും ദൈവശാസ്ത്രവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും കൂടി ചേർത്തുകൊണ്ടാണ് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത്. യഥാർത്ഥത്തിൽ പഴയ നിയമത്തിൽ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു നിയമം, അല്ലെങ്കിൽ ദൈവം എന്തുകൊണ്ടാണ് മറ്റുള്ളവരെ കൊല്ലാനായിട്ട് ആവശ്യപ്പെടുന്നത്? നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കൂടെ പറഞ്ഞു, ദൈവത്തിന് മനുഷ്യരെ അത്രയധികം ഇഷ്ടമായിരുന്നു. ദൈവത്തിന് മനുഷ്യനോടുള്ള സ്നേഹത്തിൻ്റെ കൂടുതൽ കൊണ്ടാണ് ദൈവം സ്വപുത്രനെ ഭൂമിയിലേക്ക് അയച്ചതെന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്വഭാവത്തിനുടമയായ ദൈവം മറ്റുള്ളവരെ കൊല്ലാനായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ആക്രമിച്ച് കീഴടക്കാനോ ഒക്കെ ആവശ്യപ്പെടുന്നതിൻ്റെ പിറകിലെന്താണ്? അപ്പോൾ ഇത് പറയുന്നതിന് മുമ്പായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതാണ് ഇതിന് ഉത്തരം നൽകുന്നതിന് മുമ്പുള്ള പ്രശ്നം ഇതാണ്. നമ്മളൊരു കാര്യത്തെപ്പറ്റി പറയുമ്പോൾ അതിൻ്റെ
പിന്നാമ്പുറങ്ങൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയില്ലെങ്കിൽ നമുക്കൊരിക്കലും അതിലേക്ക് എത്താനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഓരോ കാര്യം വിശദീകരിക്കുമ്പോഴും എല്ലാ പിന്നാമ്പുറ രഹസ്യങ്ങളും കഥകളും നമ്മൾ പറയാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് തന്നെ 2-3 മണിക്കൂർ വേണ്ടി വരും കൃത്യമായിട്ട് പറയണമെങ്കിൽ. അപ്പോൾ അത് തന്നെ റിപ്പീറ്റ് ചെയ്യേണ്ടി വരും ഓരോ സമയം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറയാറ്, എൻ്റെ പഴയ വീഡിയോകളൊക്കെ എല്ലാവരും റെഫർ ചെയ്താൽ മാത്രമാണ് വളരെ കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളും എന്താണെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് ക്രിസ്തു വിശ്വാസം എന്താണെന്നും അതുപോലെ തന്നെ മനുഷ്യൻ്റെ ഗതികേട് എന്നുള്ള വീഡിയോ, അതുപോലെ എന്തിന് മനുഷ്യൻ അഹങ്കരിക്കുന്നു എന്നുള്ള വീഡിയോകളൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുവിധം നമുക്ക് ബോധ്യപ്പെടും. അതായത് മനുഷ്യൻ്റെ പരിമിതി എന്താണെന്നാൽ മനുഷ്യൻ എന്താണെന്ന് ഏറ്റവും ആദ്യം മനസ്സിലാക്കണം, അല്ലേ? മനുഷ്യൻ എന്ന് പറയുന്നത് എന്താണ്? മനുഷ്യൻ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്, അല്ലേ? മനുഷ്യന് സ്വന്തമായിട്ട് ഒന്നും തന്നെയില്ല. മനുഷ്യന് സ്വന്തമായിട്ട് ഒന്നും തന്നെയില്ല. ആത്മാവ് ദൈവം നൽകിയതാണ്. ശരീരം പ്രപഞ്ചം നൽകിയതാണ്. പ്രപഞ്ചം ആരാണ് സൃഷ്ടിച്ചത്? ദൈവം തന്നെയാണ്. അപ്പോൾ അൾട്ടിമേറ്റ്ലി നമുക്കുള്ള എല്ലാ കാര്യങ്ങളും ദൈവത്തിൽ നിന്നാണ് ലഭിച്ചിരിക്കുന്നത്, അല്ലേ? നമ്മൾ സ്വന്തമായിട്ട് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. നമ്മളാകെ നമുക്ക് സ്വന്തമായെന്ന് പറയുന്നത് നമ്മളാണെന്നുള്ളൊരു ബോധം മാത്രമാണ്. ഇത് നമ്മളാണ്, ഈ ശരീരം നമ്മളാണെന്നുള്ളൊരു ബോധം മാത്രമാണ് നമുക്കുള്ളത്. ബാക്കിയുള്ളതെല്ലാം ദൈവത്തിൻ്റെ തന്നെയാണ്. അപ്പോൾ ബൈബിളിൽ ഇങ്ങനൊരു വചനം പറയുന്നു, എല്ലാം ദാനമായിരിക്കെ ദാനമല്ലാത്ത മട്ടിൽ നീ അഹങ്കരിക്കുന്നത് എന്തുകൊണ്ട് എന്ന് ബൈബിളിൽ ഇങ്ങനൊരു വചനം കൊടുത്തിട്ടുണ്ട്. എല്ലാം നമുക്ക് കിട്ടിയത് ദാനമായിട്ടാണ്, അല്ലേ? ദൈവം നൽകിയ ദാനം മാത്രമാണ് നമ്മുടെ ശരീരവും നമ്മുടെ ജീവിതവും നമ്മുടെ ജീവനും എല്ലാവരും. അപ്പോൾ ഇതിനൊന്നിനും നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കില്ല, അല്ലേ? എൻ്റെ ശരീരം ഇതുപോലെ തന്നെ 100 വർഷം എനിക്ക് ജീവിക്കണം, എനിക്ക് ഇതുപോലുള്ള ഒരു നല്ലൊരു കാലാവസ്ഥ ലഭിക്കണം, അതായത് 22 ഡിഗ്രി സെൽഷ്യസിലുള്ള വളരെ സുഖശീതളമായിട്ടുള്ളൊരു കാലാവസ്ഥ എനിക്ക് എപ്പോഴും കിട്ടണം, എനിക്കൊരു അപകടങ്ങളോ അനർത്ഥങ്ങളോ എന്നെ ബാധിക്കാനായിട്ട് പാടില്ല, എനിക്കെപ്പോഴും സന്തോഷം മാത്രം ലഭിക്കണം, എനിക്ക് ഒരിക്കലും ദുഃഖം വരാൻ പാടില്ല എന്നൊന്നും മനുഷ്യന് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കില്ല. കാരണം എന്തുകൊണ്ടാണ്? അവനല്ല ഈ പ്രപഞ്ചം ഉണ്ടാക്കിയത്, അവനല്ല അവൻ്റെ ശരീരം ഉണ്ടാക്കിയത്, അവനല്ല അവൻ്റെ ഉടമ. അവൻ കേവലം ആരാണ്? ഒരു വാടകക്കാരൻ മാത്രമാണ്, അല്ലേ? ദൈവത്തിൻ്റെ കണ്ണിലൊരു വാടകക്കാരനാണ്. നമ്മളൊരു വാഹനം റെൻറ്റിനായിട്ട് എടുക്കുകയാണ് ഒരു യാത്ര പോകാനായിട്ട്. അപ്പോൾ റെൻറ്റിനായിട്ട് എടുക്കുമ്പോൾ ആ റെൻറ്റിന് നൽകുന്ന ആൾ നമുക്ക് കുറച്ച് നിയമങ്ങൾ പറയും, അല്ലേ? ഈ വാഹനം നല്ല രീതിയിൽ ഓടിക്കണം, ഈ വാഹനത്തിന് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവാൻ പാടില്ല, എന്തെങ്കിലും നിങ്ങളായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ കേടുവരുത്തിയാൽ, എവിടെയെങ്കിലും തട്ടിമുട്ടിയോ ആക്സിഡൻറ്റോ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനുള്ള പരിഹാരം നിങ്ങൾ തന്നെ ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ നിങ്ങളെപ്പോൾ വേണമെങ്കിലും ഈ വാഹനത്തിൽ ഞാനൊരു CCTV ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുപോലെ GPS എനിക്കുണ്ട്. അതുകൊണ്ട് നിങ്ങളെവിടെ പോയാലും എനിക്കറിയാം, നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് കാണിച്ചാലും അത് നിങ്ങളുടെ ഉത്തരവാദിത്തം തന്നെയാണ്, അതിന് നിങ്ങൾ വില കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ എപ്പോൾ വേണമെങ്കിലും എനിക്ക് നിങ്ങളെ ഈ വാഹനത്തിൽ നിന്ന് ഇറക്കി വിടാനായിട്ട് സാധിക്കും, കാരണം ഈ വാഹനം എൻ്റെയാണ്. അപ്പോൾ ഈ വാഹനം എന്തെങ്കിലും അപകടങ്ങൾ വരുത്തി കഴിഞ്ഞാൽ നിങ്ങൾ അതിന് പരിഹാരം ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതൊരു ബേസിക് റൂളാണ്, അല്ലേ? ഈ മനുഷ്യനോട്, ഈ വാഹനം ഓടിക്കുന്ന ആളോട് പറയുന്നു, നീ പൈസയൊന്നും തരണ്ട, ഞാനിത് ഫ്രീ ആയിട്ട് നിനക്ക് തരുന്നേ എന്ന് പറയുന്നു. അപ്പോൾ അതുപോലും മനുഷ്യന്, ആ വ്യക്തിക്ക് അപ്പോൾ ഒരു ഈ വാഹനവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒന്നും അവകാശപ്പെടാനില്ല. കാരണം അവൻ റെൻറ്റ് പോലും കൊടുക്കുന്നില്ല ഈ വണ്ടിക്ക്. അപ്പോൾ ഈ വണ്ടിയുമായിട്ട് ഇവൻ്റെ കടമയാണ് ഈ വണ്ടിക്ക് ഒരു അപകടവും ഉണ്ടാക്കാതെ കൊണ്ടുപോകണം, അല്ലെങ്കിൽ ഈ നിയമങ്ങൾ, ഇത് നൽകിയ ആളുടെ നിയമങ്ങൾ അനുസരിച്ച് കൊണ്ടുപോകണം എന്നുള്ളത് ഇവൻ്റെ മാത്രം ഉത്തരവാദിത്തമാണ്, കടമയാണ്. കാരണം ഇവൻ്റെ സ്വന്തമല്ലാത്തത് കൊണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കേസിൽ എന്തെങ്കിലും ഒരു അപകടം വന്നു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരവാദി ആരാണ്? ഇയാൾ തന്നെയാണ്. ഇതിന് അയാൾക്ക് പരിഹാരം ചെയ്തേ പറ്റൂ.
തിരിച്ച് ആ വണ്ടി അതുപോലെ തന്നെ തിരിച്ചു കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ വ്യക്തി പരിഹാരം ചെയ്തേ പറ്റൂ. പൈസയായിട്ടോ അല്ലെങ്കിൽ നന്നാക്കിയിട്ടോ ഏതെങ്കിലും വിധത്തിൽ നമ്മളത് ചെയ്തു കൊടുക്കണം അല്ലേ. ഇതേ പ്രിൻസിപ്പിളാണ് നമ്മളുടെ ജീവിതവും. ദൈവം നമുക്ക് സൗജന്യമായി നൽകിയ നമ്മുടെ ശരീരവും ഈ പ്രപഞ്ചവും യൂസ് ചെയ്തുകൊണ്ട് നമ്മളോട് ജീവിക്കാൻ പറഞ്ഞു. നിങ്ങൾക്ക് ഈ ഭൂമി തന്നിരിക്കുന്നു, നിങ്ങൾ ജീവിക്കുക ഈ ഭൂമിയിൽ. എന്നാൽ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ ഞാൻ പറയുന്ന നിയമങ്ങളുണ്ട്. ഈ നിയമങ്ങൾ പാലിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നന്നായി ഭൂമിയിൽ ജീവിക്കാൻ കഴിയും. അതോടൊപ്പം നിങ്ങൾ ഈ ഭൂമിയിൽ എനിക്ക് പ്രിയമുള്ളവരായിത്തീരും. അതുകൊണ്ട് നിങ്ങളുടെ മേലൊരു അനർത്ഥവും സംഭവിക്കുകയില്ല. നിങ്ങൾ ഈ യാത്രയുടെ അവസാനം എൻ്റെ കൂടെ എൻ്റെ ദൈവരാജ്യത്തിൽ ഒരുമിച്ച് നിങ്ങൾക്ക് ജീവിക്കാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യമാണ് ദൈവം പറഞ്ഞത്. പക്ഷേ അതിനോടൊപ്പം ഇയാൾക്ക് സ്വാതന്ത്ര്യമുണ്ടല്ലേ, ഇയാൾക്ക് സ്വാതന്ത്ര്യം കൊടുത്തു ഈ മനുഷ്യന്. ഇവന് വേണമെങ്കിൽ ഇതൊക്കെ മാറ്റിമറിക്കാം. അതായത് ഇവന് ദൈവം പറഞ്ഞത് കേൾക്കാതിരിക്കാം, ഈ പറയുന്ന നിയമങ്ങൾ തെറ്റിക്കാം. അതിനുള്ള സ്വാതന്ത്ര്യവും മനുഷ്യന് കൊടുത്തു. അപ്പോൾ ആ സ്വാതന്ത്ര്യം കൊടുത്തത് മനുഷ്യനോടുള്ള സ്നേഹത്തിൻ്റെ പേരിലാണ് അല്ലേ. നമ്മുടെ മക്കളെ നമ്മൾ കുറേയൊക്കെ സ്വാതന്ത്ര്യം കൊടുത്തു വിടുന്നത്, അല്ലെങ്കിൽ മക്കളോട് പറയാണ് അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, നിങ്ങൾ ഈ കസേരമേൽ നിന്ന് അനങ്ങരുത്, എണീക്കരുത്, ഇരിക്കരുത്, ഇത് TV കാണരുത്. അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താവും സ്ഥിതി? ആ മക്കൾക്കൊരു സ്വാതന്ത്ര്യം നമ്മൾ കൊടുക്കുന്നില്ല. അവരെ ഒരു കൂട്ടിലടച്ച പോലെ വളർത്തുന്ന പോലെയാവും അല്ലേ. നമ്മൾ അവരോടുള്ള സ്നേഹത്തിൻ്റെ പേരിലാണ് അവർ കുറച്ച് സ്വാതന്ത്ര്യം കൊടുക്കുന്നത്. അവർക്ക് യഥേഷ്ടം പോയി കളിക്കാനും അതുപോലെ തന്നെ പഠിക്കാനും അതുപോലെ TV കാണാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം നമ്മൾ കൊടുക്കുന്നത് അവരോടുള്ള സ്നേഹത്തിൻ്റെ പേരിലാണ് അല്ലേ. എന്നാൽ അവരത് ദുരുപയോഗം ചെയ്താലോ? അപ്പോഴും അവിടെ ഒരു സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ടെങ്കിലും അവിടെ ഒരു നിയമമുണ്ട്. നമ്മൾ ബേസിക്കായിട്ട് അവർക്ക് പഠിക്കേണ്ട സമയത്ത് പഠിക്കണം. അതുപോലെ തന്നെ പല രീതിയിലും നമ്മൾ നിയമങ്ങൾ റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ട് അവരെ. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ അത് തെറ്റിക്കാം. വേണമെങ്കിൽ പഠിക്കുന്ന പോലെ അഭിനയിച്ചുകൊണ്ട് അവർ പഠിക്കാതിരിക്കാം, അല്ലെങ്കിൽ കളിക്കാനായിട്ട് പോകാം, അല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ കൂട്ടുകെട്ടുകളിലേക്ക് പോകാം. അതവർ ദുരുപയോഗം ചെയ്യുന്നതാണ് അല്ലേ. മനുഷ്യൻ്റെ കേസിലും അത് തന്നെയല്ലേ. മനുഷ്യന് കിട്ടിയ സ്വാതന്ത്ര്യം മനുഷ്യൻ ദുരുപയോഗം ചെയ്യുന്നു. അവന് ഇഷ്ടമുള്ള രീതിയിൽ അവൻ ജീവിക്കുന്നു. അവൻ തിന്മ തിരഞ്ഞെടുക്കുന്നു, തിന്മയിൽ കൂടെ പോകുന്നു. അപ്പോൾ ദൈവം ഇതിന് പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾക്ക് എൻ്റെ നിയമപ്രകാരം നിങ്ങൾ നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കാര്യങ്ങളും നിങ്ങൾക്ക് സംഭവിക്കുകയില്ല. എൻ്റെ അനുഗ്രഹം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. ഞാൻ എപ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. എന്നാൽ നിങ്ങൾ തിന്മയാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ആ നിമിഷം മുതൽ എൻ്റെ സംരക്ഷണം നിങ്ങളിൽ ഉണ്ടാവുകയില്ല. ഓട്ടോമാറ്റിക്കലി ആ സംരക്ഷണം മാറ്റപ്പെടും. നിങ്ങൾക്ക് പിന്നെ തിന്മ നിങ്ങളെ കീഴടക്കും. തിന്മ നിങ്ങളെ എന്തു വേണമെങ്കിലും ചെയ്യാനുള്ള അധികാരം തിന്മയ്ക്ക് കൈവരും അല്ലേ. നമ്മൾ പോകുന്ന വഴിയിൽ നമ്മൾ ഏതെങ്കിലും ഒരു കടക്കാരൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ കട്ടെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാൾക്ക് നമ്മളെ പിടിച്ചു നിർത്താനും നമ്മളെ ഉപദ്രവിക്കാനും വിചാരണ ചെയ്യാനുള്ള അധികാരം ലഭിക്കുന്നത് പോലെ തന്നെ നമ്മൾ തിന്മ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി തിന്മയുടെ അധികാരത്തിന് കീഴടങ്ങുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഓട്ടോമാറ്റിക്കലായിട്ട് ദൈവത്തിൻ്റെ സംരക്ഷണത്തിൽ നിന്ന് നമ്മൾ മാറിപ്പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ദൈവം എന്ന് പറയുന്നത് നീതി ഉള്ള ഒരു വ്യക്തിയാണ്. അതായത് നീതിമാനാണ് ദൈവം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ പ്രപഞ്ചം മൊത്തം ദൈവത്തിൻ്റെ നിയമത്തിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആരും തെറ്റിക്കുന്നില്ല. പ്രപഞ്ചത്തിലൊരു കാര്യങ്ങളും അതേ രീതിയിലാണ് റൺ ചെയ്തു പോകുന്നത്. അപ്പോൾ ദൈവത്തിന് നീതിയുള്ളവനും പരിശുദ്ധനുമായിട്ടുള്ള ദൈവത്തിന് അവിടെ ഏതെങ്കിലും ഇറഗുലറാരിറ്റീസ് വന്നു കഴിഞ്ഞാൽ, ഏതെങ്കിലും തിന്മ കടന്നു വന്നു കഴിഞ്ഞാൽ അവന് ആ തിന്മയ്ക്ക് ആ ദൈവത്തിൻ്റെ മുന്നിൽ സ്ഥാനമില്ല ഓട്ടോമാറ്റിക്കലി. അതായത് ഒരു തിന്മ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ അതിനുള്ള പരിഹാരവും അന്വേഷിക്കാതെ അവന് തിരിച്ച് ദൈവത്തിൻ്റെ അടുത്തേക്ക് വരാനായിട്ട് സാധിക്കില്ല, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സംരക്ഷണത്തിലേക്ക് വരാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ബൈബിൾ പറയുന്നത് തിന്മയുടെ പ്രതിഫലം, പാപിയുടെ പ്രതിഫലം മരണമാണ്. പാപത്തിൻ്റെ പ്രതിഫലം മരണമാണ്. അതായത് ഒരു മനുഷ്യൻ പാപം ചെയ്യുമ്പോൾ അവൻ മർത്യനായി തീരുന്നു. അതാണ് ആദിമ മാതാപിതാക്കളിൽ കൂടെ സംഭവിച്ചു പോയ കാര്യം. അതിനുശേഷം വരുന്ന മനുഷ്യകുലത്തിനെല്ലാത്തിനും ആ ഒരു ശാപം കിടക്കുന്നുണ്ട്. എല്ലാവരും മരണത്തിന് കീഴടങ്ങുന്നവരായി മാറി. മുമ്പ് അമർത്യമായിരുന്നവരെല്ലാവരും മർത്യരായി.
അതിനുശേഷം പിന്നെ വീണ്ടും നമ്മൾ ദൈവത്തിൻ്റെ പദ്ധതി തുടങ്ങുന്നത് ആദ്യത്തെ മാതാപിതാക്കളിലൂടെ ദൈവം ഈ മനുഷ്യരെ ദൈവത്തോടൊപ്പം നിർത്താനായിട്ട് ശ്രമിച്ചു. ആദ്യത്തെ മാതാപിതാക്കൾ തന്നെ ഇതൊക്കെ തെറ്റിച്ചുകൊണ്ട് തിന്മയ്ക്ക് കീഴടങ്ങി. അപ്പോൾ അവിടെ നിന്ന് തന്നെ കൈവിട്ടുപോയി. പിന്നെ വീണ്ടും ദൈവം ഓരോരുത്തരിൽ കൂടെ ദൈവത്തിന് ഈ മക്കളെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നു. അപ്പോൾ മനുഷ്യൻ്റെ സ്വാതന്ത്ര്യം മനുഷ്യന് കൊടുത്തു പോയത് കൊണ്ട് മനുഷ്യൻ തന്നെ അത് ദൈവത്തിന് പോയിട്ട് പിടിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കില്ല. കാരണം അത് അവൻ്റെ സ്വാതന്ത്ര്യത്തിലുള്ള കൈകടത്തലാവും. മനുഷ്യൻ തന്നെ ഇത് തിരിച്ചു വരണം. മനുഷ്യൻ തന്നെ എഫേർട്ട് എടുത്തുകൊണ്ട് മനുഷ്യൻ ഇത് ബോധ്യപ്പെടണം. ദൈവത്തിലേക്ക് ഞാൻ തിരിച്ചു വരണം, ഇത് ഞാൻ ചെയ്യുന്നത് തിന്മയാണെന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് അവൻ അതിൽ നിന്ന് പിന്മാറിക്കൊണ്ട് ദൈവത്തിലേക്ക് വരണം. അപ്പോൾ അങ്ങനെ പല ആളുകളും വരാനായിട്ട് ശ്രമിച്ചു. അവർ വഴിയായിട്ട് വീണ്ടും ദൈവം വീണ്ടും ഇത് മനുഷ്യരെല്ലാവരും രക്ഷിക്കാനായിട്ട് ശ്രമിക്കുന്നു. പക്ഷേ കുറേ കഴിയുമ്പോൾ വീണ്ടും അവരുടെ അടുത്ത് വരുന്ന ജനറേഷൻ മൊത്തം ദൈവത്തെ തള്ളി പറയുന്നു. അപ്പോൾ വീണ്ടും ഈ പദ്ധതികളൊക്കെ കൊളാപ്സ് ആവുന്നു. അപ്പോൾ അത് തന്നെയാണ് പിന്നീട് വരുന്ന നോഹയുടെ പെട്ടകത്തിൻ്റെ കാര്യങ്ങളിലൊക്കെ വരുമ്പോൾ നോഹ ദൈവത്തിന് പ്രീതികരമായിട്ട് ജീവിക്കുന്നെങ്കിലും പിന്നീട് വരുന്ന അവരുടെ മക്കൾ മൊത്തം ദൈവത്തിനെതിരെ തിരിയുന്നു. അതുപോലെ തന്നെ പിന്നീട് വരുന്ന ഓരോ ആളുകളും അതുപോലെ തന്നെ ദൈവത്തിൻ്റെ മുന്നിൽ നന്മയുള്ളവരായിട്ട് അവർ കാണപ്പെടുന്നില്ല. എല്ലാവരും തിന്മയ്ക്ക് അടിമപ്പെട്ടു പോകുന്നു എന്നുള്ള സിറ്റുവേഷനായിട്ട് വരുന്നത്. അപ്പോൾ ഈ സമയത്ത് ദൈവം പറയുന്നുണ്ട്, മനുഷ്യനെ സൃഷ്ടിച്ചതിൽ ഞാൻ ദുഃഖിക്കുന്നു എന്നുള്ളത്. കാരണം എന്തുകൊണ്ടാണ്? ഈ സ്വാതന്ത്ര്യം അവനെ കൊടുത്ത് കാരണം സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ടാണ് അവനെ മനുഷ്യനാണെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് മനുഷ്യൻ എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ അതത് മൃഗമായേനെ. നമ്മളെല്ലാവരും മൃഗം എന്നാണ് വിളിക്കേണ്ടത് നമ്മളെ. കാരണം അവന് സ്വാതന്ത്ര്യമില്ല മൃഗങ്ങൾക്ക്. മനുഷ്യനെന്ന് വിളിക്കുന്നതിന് കാരണം അവന് സ്വാതന്ത്ര്യം ദൈവം കൊടുത്തതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ പിന്നീടാണ് അബ്രാഹാം എന്നുള്ള ഒരു പിതാവ് ദൈവത്തിനെ തിരിച്ചറിയുകയും ദൈവത്തിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുകയും നന്മ പ്രവർത്തിക്കുകയും ചെയ്ത് കാണുമ്പോൾ പിന്നീട് അബ്രാഹത്തിൻ്റെ വഴിയായിട്ടാണ് ദൈവം വീണ്ടും തൻ്റെ പദ്ധതി മനുഷ്യരെ മൊത്തം ദൈവത്തിലേക്ക് അടുപ്പിക്കാനായിട്ടുള്ള പദ്ധതികൾ ചെയ്യുന്നത്. പിന്നീട് അബ്രാഹത്തിനോട് വാക്ക് കൊടുക്കുന്നു. അതാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു. അബ്രാഹത്തെ പരീക്ഷിക്കുന്നു. അബ്രാഹത്തിന് ദൈവത്തോടുള്ള സ്നേഹം, ദൈവത്തോട് എത്രമാത്രം അവന് ബഹുമാനമുണ്ട്, അല്ലെങ്കിൽ ദൈവത്തെ എത്രമാത്രം അവനെ വിലമതിക്കുന്നു എന്നറിയാനായിട്ട് അവനെ പരീക്ഷിക്കുന്നു. അവൻ അതിൽ വിജയിക്കുന്നു. പിന്നീട് അവനെ ദൈവം അനുഗ്രഹിക്കുകയാണ്. അതായത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അനുഗ്രഹിക്കുന്നു, നിന്നിൽ നിന്ന് വരുന്ന എല്ലാ ജനങ്ങളെയും ഞാൻ അനുഗ്രഹിക്കും, ജനതകളെയും. നിനക്ക് കടലിലെ മണൽത്തരികൾ പോലെ അത്രയധികം മക്കളെ നിനക്ക് ഞാൻ നൽകും എന്നുള്ളൊരു വാഗ്ദാനം അന്ന് ഈ അബ്രാഹത്തിന് കൊടുത്തത് കൊണ്ടാണ് പിന്നീട് ഈ രക്ഷാകര ചരിത്രം കണ്ടിന്യൂ ആയി പോകുന്നത്. അന്ന് അബ്രാഹാം അതിൽ ഫെയിലാവുകയായിരുന്നെങ്കിൽ മനുഷ്യരുടെ സ്ഥിതി എന്താണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. വേറെ രീതിയിലൊക്കെ അതൊക്കെ മാറിപ്പോയാന്. പക്ഷെ അന്ന് അബ്രാഹാം അതിനോട് യെസ് പറയുകയും ദൈവത്തെ അനുസരിക്കുകയും ചെയ്തുകൊണ്ട് മാത്രമാണ് അതിനുശേഷം വരുന്ന അബ്രാഹത്തിൻ്റെ സന്തതികളിലൂടെ ദൈവം ഈ രക്ഷാകര ചരിത്രം കൊണ്ടുപോവുകയും അവസാനം അത് യേശുവിൽ വന്ന് എത്തുകയും ചെയ്യുന്നത്. അപ്പോൾ ദൈവത്തിന് എപ്പോഴും മനുഷ്യരെ രക്ഷിക്കണം എന്നും മനുഷ്യനോട് ദൈവത്തിന് അടങ്ങാത്ത സ്നേഹമാണ്. പക്ഷേ മനുഷ്യനാണ് ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നത്. അപ്പോൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, എന്തുകൊണ്ടാണ് ദൈവം ഈ തിന്മ സൃഷ്ടിച്ചത്? ദൈവം തിന്മ സൃഷ്ടിച്ചത് കൊണ്ടാണല്ലോ ഇത് വരുന്നത്. ഞാൻ അപ്പോഴും പറയുന്നു, ദൈവമല്ല തിന്മ സൃഷ്ടിക്കുന്നത്, മനുഷ്യനാണ് തിന്മ തിരഞ്ഞെടുക്കുന്നത്. കാരണം മനുഷ്യന് സ്വാതന്ത്ര്യം എന്നുള്ള പ്രോപ്പർട്ടി, അതായത് സ്വാതന്ത്ര്യം എന്നുള്ള കാര്യം മനുഷ്യൻ്റെ ഉള്ളിലുള്ളത് കൊണ്ട് അവന് സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? നന്മയും തിന്മയും അവന് തിരഞ്ഞെടുക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുകയാണ്. അത് അവനിൽ നിന്ന് എടുത്തു കഴിഞ്ഞ് അവൻ മനുഷ്യനല്ലാതായിത്തീരും. അല്ലെങ്കിൽ ഈ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല ദൈവത്തിന്. അപ്പോൾ അങ്ങനെ ആണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. എന്നാൽ മാത്രമാണ് മനുഷ്യന് വിലയുള്ളത്, അല്ലേ? തിന്മ ഇല്ലെങ്കിൽ മനുഷ്യന് എന്താണ് വിലയുള്ളത്? അവൻ പിന്നെ നന്മ മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യനായി തീരുകയാണെങ്കിൽ അവന് സ്വന്തമായിട്ടൊരു എഫേർട്ടും ചെയ്യാനില്ല. അവന് എന്തെങ്കിലും എഫേർട്ട് ചെയ്യണമെങ്കിൽ അവനവിടെ തിന്മയുണ്ടാകണം, നന്മയുണ്ടാകണം.
അപ്പോൾ അവൻ അതിന് തിന്മ കളഞ്ഞുകൊണ്ട് നന്മ ചൂസ് ചെയ്യണം. നമുക്കറിയാലോ, ഒരാളുടെ ആത്മസംയമനം നമ്മൾ അളക്കാനായിട്ട്, ഇപ്പോൾ മധുരം കഴിക്കാത്ത ഒരാളെ അല്ലെങ്കിൽ മധുരത്തിൻ്റെ പേരിലാണ് നമ്മളൊരു ആത്മസംയമനം നമ്മൾ അളക്കാനായിട്ട് പോകുന്നതെങ്കിൽ, ഒരു പാത്രത്തിൽ മധുരവും ഒരു പാത്രത്തിൽ കയ്പുള്ള ഒരു സംഭവം മുന്നിൽ വെച്ചുകൊണ്ട് ഏതാണ് തിരഞ്ഞെടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ മധുരം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് കയ്പ് പറ്റില്ല. അതായത് അദ്ദേഹം മധുരമാണ് കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അവിടെ ആകെ മധുരം മാത്രമുള്ളൂ എങ്കിൽ, കയ്പ് മാത്രമുള്ളൂ എങ്കിൽ അവനൊരിക്കലും മധുരം തിരഞ്ഞെടുക്കേണ്ട ഓപ്ഷൻ ഇല്ലല്ലോ. അതായത് രണ്ടും ഉണ്ടെങ്കിൽ, നന്മയും തിന്മയും ഉണ്ടെങ്കിലാണ് ഒരാളുടെ കഴിവ് അല്ലെങ്കിൽ ഒരാളുടെ എഫേർട്ട് നമുക്കറിയാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് മനുഷ്യൻ നന്മ നേടണം എന്ന് പറയുന്നത്. ഭൂമിയിൽ ജീവിക്കാനായിട്ട് മനുഷ്യനെ അനുവദിച്ചപ്പോൾ ഇനി മനുഷ്യൻ ഇതിൽ നിന്ന് നന്മ നേടിക്കൊണ്ട് മാത്രമാണ് അവന് തിരിച്ച് ദൈവത്തിൻ്റെ രാജ്യത്തിലേക്ക് എത്താനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഇതാണ് ബേസിക്കായിട്ടുള്ളൊരു കൺസെപ്റ്റ്. അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞു, മനുഷ്യന് സ്വന്തമായിട്ടൊന്നും ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കില്ല. അവൻ്റെ ശരീരത്തെ പറ്റിയോ അവൻ്റെ ആയുസ്സിനെ പറ്റിയോ, അതായത് ഏത് സമയത്ത് മരിച്ചു പോയാലും അവന് എന്തുകൊണ്ടാണ് ഞാൻ മരിച്ചുപോയി എന്ന് ചോദിക്കാനുള്ള അവകാശമില്ല. കാരണം അവനല്ല അവൻ്റെ ജീവൻ്റെ ഉത്തരവാദി. അതുപോലെ അവൻ്റെ ശരീരത്തിന് എന്ത് സംഭവിച്ചാലും അത് അവന് എന്തുകൊണ്ട് എനിക്കിത് സംഭവിച്ചു എന്ന് ചോദിക്കാനായിട്ട് അധികാരമില്ല മനുഷ്യന്. കാരണം മനുഷ്യനല്ല മനുഷ്യൻ്റെ ശരീരത്തെ സൃഷ്ടിച്ചെടുത്തത്. അപ്പോൾ ആ കൺസെപ്റ്റ് ക്ലിയറായാൽ മാത്രമാണ് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുള്ളൂ. അതുപോലെ തന്നെ ദൈവത്തിന് മനുഷ്യനെ വളരെയധികം ഇഷ്ടമാണ്. മനുഷ്യരെല്ലാവരും ദൈവത്തോട് ചേർന്ന് നിൽക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പക്ഷേ മനുഷ്യനാണ് ഓട്ടോമാറ്റിക്കലി തിന്മ തിരഞ്ഞെടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവൻ ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയും തിന്മയ്ക്ക് ഈ മനുഷ്യനിൽ എന്തൊക്കെ ചെയ്യാൻ സാധിക്കുന്നു അതൊക്കെ ചെയ്യാനായിട്ട് അവിടെ സാഹചര്യം ഒരുക്കുകയും ചെയ്യുകയാണ്. അത് സ്വന്തമായിട്ട് നമ്മൾ ആത്മഹത്യ ചെയ്യാൻ പോയില്ലേ, അതേപോലെ തന്നെയാണ് നമ്മൾ തിന്മ തിരഞ്ഞെടുക്കുമ്പോഴും പാപം ചെയ്യുമ്പോഴും സംഭവിക്കുന്നത്. നമ്മൾ സ്വന്തമായിട്ട് നമ്മളുടെ വഴി നമ്മൾ ഈ കൊടക്കീഴിൽ നിന്നും ഇറങ്ങി പോവുകയാണ്. ഞാനിതിന് മുൻപ് ഒരു എക്സാമ്പിളിൽ കൂടെ പറഞ്ഞു, നമ്മൾ ദൈവത്തിൻ്റെ സംരക്ഷണത്തിൽ കീഴിൽ വസിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് ഒരു ആട്ടിടയൻ്റെ ആലയുടെ കീഴിൽ നിൽക്കുന്ന ആടുകൾക്ക് തുല്യമാണ്. ഈ ആടുകൾ എപ്പോഴാണോ ഈ വേലി പൊളിച്ചുകൊണ്ട് പുറത്തേക്ക് ചാടി പോകുന്നത്, അതോടുകൂടി ഈ സംരക്ഷണത്തിൽ നിന്നും അവർ തന്നെ ഔട്ടായി പോവുകയാണ്. അവിടെ ഈ ആട്ടിടയനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഈ ആട് പോവുകയും ഈ ആട് തൻ്റെ സ്വന്തമായിട്ട് മേയാനായിട്ട് തുടങ്ങുകയും പുറത്തുള്ള ഏതെങ്കിലും വന്യമൃഗം വന്നിട്ട് ഈ ആടിനെ കീഴടക്കി കടിച്ചുകൊണ്ട് പോകുമ്പോൾ അതിന് ഉത്തരവാദി ആട്ടിടയനാണെന്ന് പറയാനായിട്ട് സാധിക്കും. അത് ആടിൻ്റെ ചോയ്സായിരുന്നു. അവനവിടെ നിൽക്കണമായിരുന്നു, അവനോട് പറഞ്ഞിട്ടുണ്ട് അതിൽ നിന്ന് പോകരുന്നു. പക്ഷേ അവൻ്റെ ഇഷ്ടത്തിന് പോകുന്നു, അവൻ മരണത്തിന് കീഴടങ്ങുന്നു. അപ്പോൾ ആ കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ മാത്രമാണ് നമുക്ക് പഴയ നിയമം എന്താണെന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ ദൈവത്തിന് മനുഷ്യരെല്ലാവരെയും സ്നേഹമാണ്, അല്ലെങ്കിൽ ദൈവം നീതിമാനും കൂടിയാണ്. തിന്മ ചെയ്തു കഴിഞ്ഞാൽ അവൻ അതിന് പരിഹാരം അനുഷ്ഠിച്ചേ തരും. ഓട്ടോമാറ്റിക്കലി പ്രപഞ്ചത്തിൻ്റെ നിയമമാണത്. ദൈവത്തിനും ആ നിയമത്തിന് വിട്ടൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. ഒരു വ്യക്തി പാപം ചെയ്തു കഴിഞ്ഞാൽ അവൻ അതിനുള്ള പരിഹാരം ചെയ്യണം. അപ്പോൾ പാപത്തിൻ്റെ പ്രതിഫലം മരണമാണെന്ന് തന്നെയാണ് വചനം പറയുന്നത്, അല്ലെങ്കിൽ നിയമം അങ്ങനെയാണ്. നമ്മൾ തെറ്റ് ചെയ്തു പോയി നമ്മൾ മരണത്തിന് അർഹരാണ്, അല്ലെങ്കിൽ നമ്മൾ അതിനുള്ള വലിയ വില കൊടുക്കേണ്ടി വരും. അപ്പോൾ ഈ കൺസെപ്റ്റിൽ നിന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഈ മനുഷ്യർക്ക് സംഭവിക്കുന്ന ദുരന്തങ്ങൾ, ഈ പഴയ നിയമത്തിൽ നടക്കുന്ന പല കാര്യങ്ങളിൽ എടുത്തു നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തികൾക്ക് ഒരു അനർത്ഥവും സംഭവിക്കുന്നില്ല. പക്ഷേ അല്ലാതെ ജീവിക്കുന്നവർക്കൊക്കെ പല രീതിയിലും അവർ കൊല്ലപ്പെടുന്നു, അവർ മരണത്തിന് കീഴടങ്ങുന്നു, അല്ലെങ്കിൽ മറ്റു പല ജനതകളും വന്ന് അവരെ ആക്രമിക്കുന്നു. അതോടൊപ്പം ഈ ജനത, നമുക്കറിയാം, ഒരാൾ തിന്മ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ നശിക്കാനായിട്ട് അവർ തീരുമാനിച്ചു കഴിഞ്ഞു. അതായത് അവരപ്പോഴേ തന്നെ മരിച്ചു പോകേണ്ടതാണ്. അതായത് അവരുടെ ലൈഫിന് പിന്നെ ഗ്യാരണ്ടി ഇല്ല. വൺസ് അവർ തിന്മ ചെയ്ത് കഴിയുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി ദൈവത്തിൻ്റെ സംരക്ഷണത്തിൽ നിന്ന് മാറിപ്പോവുകയും അവർ ഓട്ടോമാറ്റിക്കലി തിന്മയ്ക്ക് കീഴടങ്ങുകയും ചെയ്യാണ്. അതായത് അവരപ്പോൾ തന്നെ മരിച്ചു പോകേണ്ടവരാണ്. പക്ഷേ അവരപ്പോഴും മരിച്ചു പോകുന്നില്ല. ദൈവം അവരവിടെ ജീവിച്ചു പോകുന്നു എന്നുള്ളത് അവരുടെ ക്രെഡിറ്റ് അല്ല.
അത് ദൈവം കൊടുക്കുന്ന കരുണയാണ്, അല്ലെങ്കിൽ അത് ദൈവം അപ്പോൾ തന്നെ ചെയ്യാതിരിക്കുന്നതാണ്, അല്ലെങ്കിൽ ആ നിയമം അപ്പോൾ തന്നെ നടപ്പിലാവാതിരിക്കുകയാണ്. അനുയോജ്യമായ സാഹചര്യം വരുമ്പോൾ അത് നടപ്പിലായി പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ ലോജിക്ക് നിങ്ങൾക്ക് മനസ്സിലാവും. അത് ഞാൻ ന്യായീകരിക്കാൻ വേണ്ടി പറഞ്ഞല്ല, നിങ്ങൾക്കും ഈ ലോജിക്ക് വെച്ചിട്ട് ചിന്തിച്ചാലറിയാം. ഒരാളെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു, അതായത് വിചാരണ നടത്തി വധശിക്ഷയ്ക്ക് വിധിച്ചു. പിന്നെ അയാളെ വധിക്കാതെ ഇരിക്കുന്നത് ടെക്നിക്കൽ പ്രോബ്ലംസ് ആണല്ലേ. നമ്മുടെ കോടതികളിൽ എത്ര പേര് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് വധശിക്ഷയ്ക്കായിട്ട് കാത്തു നിൽക്കുന്നവരുണ്ട്. ചിലപ്പോൾ മാസങ്ങളും വർഷങ്ങളും ഇവർ കാത്തു നിൽക്കേണ്ടി വരും ഈ വധശിക്ഷയ്ക്ക് വേണ്ടിയിട്ട്. പല സാങ്കേതിക ബുദ്ധിമുട്ടുകൾ കൊണ്ടും പല രീതിയിലും കാരണങ്ങൾ കൊണ്ടും അതങ്ങനെ കിടക്കും. എന്നിട്ട് അവസാനമായിരിക്കും ചിലപ്പോൾ ഈ അവസാനം വരുമ്പോൾ ഈ വധശിക്ഷ വരെ ചിലപ്പോൾ ക്യാൻസൽ ചെയ്ത് പോകുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട് നമുക്ക്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഓരോ മനുഷ്യരും പാപം ചെയ്ത് കഴിയുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി മരണത്തിന് വിധേയപ്പെട്ടു കഴിഞ്ഞു. ഇനി പിശാചിൻ്റെ കയ്യിലാണ് അവർ. എപ്പോൾ വേണമെങ്കിലും അവരെ പിശാചിനെ തീർക്കാം, അല്ലെങ്കിൽ തിന്മയ്ക്ക് തീർത്ത് കളയാം, നശിപ്പിച്ച് കളയാം. ഈ ലോകത്തിൽ നിന്നും എന്തു വേണമെങ്കിലും അവരെ ഉപദ്രവിക്കാനോ ഇതിനൊക്കെ ചാൻസ് അവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ വെച്ച് ചിന്തിച്ച് നോക്കുമ്പോൾ നമുക്കറിയാം, ഈ മനുഷ്യരെ ഇപ്പോൾ നമ്മളുടെ ഇങ്ങനെ കാണാനായിട്ട് സാധിക്കും. അതായത് അബ്രാഹത്തിൻ്റെ കാലഘട്ടത്തിലും, അതായത് ഇസ്രായേൽ ജനത്തെ ദൈവം കൊണ്ടുവരാണ്, അതായത് ഒരു ജനത്തെ. അപ്പോൾ അബ്രാഹത്തിനെ തിരഞ്ഞെടുത്തു. അബ്രാഹത്തിൻ്റെ വിശ്വാസം വഴിയായിട്ട് അബ്രാഹത്തിൽ നിന്ന് ജനിക്കുന്ന മക്കളെല്ലാവരെയും ദൈവം വാഗ്ദാനം കൊടുക്കുകയാണ്. ഈ മക്കളെ ഞാൻ മൊത്തമായിട്ട് ഞാനൊരു ജനതയാക്കി മാറ്റും, എൻ്റെ ജനമായിട്ട് അവരെ ഞാനിനി വിളിക്കാൻ പോവുകയാണെന്ന് ദൈവം അത്രയധികം ആഗ്രഹത്തോടുകൂടി പറയുന്നത്. കാരണം ഇനി ദൈവം വിചാരിക്കുന്നു ഈ അബ്രാഹത്തിൻ്റെ മക്കളെല്ലാവരും അബ്രാഹത്തെ പോലെ തന്നെ വിശ്വാസത്തിൽ ദൈവത്തിനെ അനുസരിക്കുന്നവരായിട്ട് മാറുമെന്നുള്ള ആഗ്രഹത്തിൻ്റെ പേരിലാണ് പോകുന്നത്. അപ്പോഴാണ് ബൈബിൾ വേറെ കാണുന്നത്, അബ്രാഹാം വേറൊരു ദാസിയുമായിട്ട് വിവാഹബന്ധത്തിൽ ഏർപ്പെടുകയും അതിൽ നിന്നൊരു കുട്ടി ജനിക്കുകയും ആ കുട്ടിയെ ഉപേക്ഷിക്കുകയും ചെയ്യുന്നൊരു സിറ്റുവേഷൻ വരാണ്. അപ്പോൾ അതും പലരും പറയാറുണ്ട്, എന്തുകൊണ്ട് ദൈവം അവരെ മരുഭൂമിയിലേക്ക് വിടുന്നു, പിന്നെ ആ കുട്ടി അവിടെ നിന്നും അപ്പോഴും ദൈവം അവിടെ ചെന്നിട്ട് അവരെ രക്ഷിച്ചുകൊണ്ട് അവരെ വേറെ ജനതയാക്കുമെന്ന് പറയുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് അത് ദൈവം ചെയ്യാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവം വാഗ്ദാനം കൊടുത്തത് ഈ മകന് വേണ്ടിയിട്ടാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹം ദൈവം കൊടുത്തുപോയി. ഓൾറെഡി അബ്രാഹത്തിൽ നിന്ന് ജനിച്ച ഈ മകനിലൂടെ ലോകം മൊത്തം ഒരു ജനത ഉണ്ടാക്കും, ആ ജനത ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ജനതയായി മാറും എന്നുള്ള അനുഗ്രഹം ദൈവം ഓൾറെഡി കൊടുത്തുപോയി. അപ്പോൾ ഇനി വേറൊരു മകനോ അല്ലെങ്കിൽ വേറൊരു ആളുകൾക്കോ അത് കൊടുക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് ദൈവം ആ മകനെയോ അല്ലെങ്കിൽ പിന്നീട് അബ്രാഹത്തിന് ജനിച്ച മക്കൾക്കൊന്നും ആ ഒരു അനുഗ്രഹം ലഭിക്കാതെ പോയത്. അപ്പോൾ ഈ ജനതയെ ദൈവം വിചാരിച്ച് ഈ ജനത, അതാണ് ഇസ്രായേൽ ജനമായിട്ട് പിന്നെ മാറുന്നത് ചരിത്രത്തിൽ. ആ ജനതയെ ദൈവം തൻ്റെ കൈവെള്ളയിൽ കൊണ്ടു നടക്കുന്ന പോലെ അവർ കൊണ്ടു നടന്നു. കുറേ കഴിഞ്ഞപ്പോൾ അവരും ദൈവത്തിൽ നിന്ന് അകലാൻ തുടങ്ങി, ദൈവത്തിൽ വിശ്വസിക്കാതായി. അവർ സ്വന്തമായിട്ട് പല ദൈവങ്ങളെയൊക്കെ ഉണ്ടാക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ അവരെ ദൈവം ഈജിപ്ത് എന്ന് പറയുന്ന വലിയൊരു രാജ്യം അവരെ കീഴടക്കുകയും അവരെ അടിമകളായിട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നു. അപ്പോൾ അവിടെ കിടന്നുകൊണ്ട് അവർ അടിമത്തത്തിലായി അവർ കഷ്ടതകൾ അനുഭവിക്കുമ്പോഴാണ് വീണ്ടും ഇവർക്ക് ബോധോദയം ഉണ്ടാവണേ. എൻ്റെ ദൈവം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളെ ഇതുപോലുള്ള ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ പെടില്ലായിരുന്നു അവർക്ക് ബോധ്യപ്പെട്ടു വരുമ്പോൾ അവർ ദൈവത്തോട് വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വീണ്ടും ദൈവം കരുണ തോന്നി. അതായത് അവർക്കിടെ കയ്യിലിരിപ്പ് കൊണ്ട് അവർക്കത് കിട്ടണം, അല്ലെങ്കിൽ അവർ മരിച്ചു പോകണം. പക്ഷേ അവിടെ ദൈവം ആ നീതി അവിടെ ഉണ്ട്. നിയമപ്രകാരം അവർ മരണത്തിനും അല്ലെങ്കിൽ നശിക്കാനായിട്ട് അവർ പോവേണ്ടതാണ്. കാരണം അവർ ദൈവത്തെ തള്ളിപ്പറയുകയും ദൈവത്തിൽ നിന്ന് വിട്ട് അകന്ന് മറ്റു ദൈവങ്ങളെ ആരാധിക്കാനായിട്ട് പോവുകയും ചെയ്തു. ഇതിൽ മറ്റു ദൈവങ്ങളെന്ന് പറയുമ്പോൾ വേറെ ദൈവങ്ങളുണ്ട് എന്നുള്ളതല്ല, അവർ തന്നെ വിശ്വസിക്കുന്ന വേറെ ദൈവങ്ങളുണ്ടാകും, അല്ലെങ്കിൽ കല്ലുകളെയും മരങ്ങളെയും അതുപോലെ തന്നെ പ്രകൃതി ശക്തികളെയും അവരൊക്കെ ആരാധിക്കാനായിട്ട് പോകുന്നു. അങ്ങനെ പല രീതിയിൽ അത് പല ജനങ്ങളുമായിട്ട് സമ്പർക്കത്തിൽ വരുമ്പോൾ അവർ ആരാധിക്കുന്നത് കാണുമ്പോൾ ഇവർ അങ്ങനെയൊക്കെ കണ്ട് ആരാധിച്ചൊക്കെ പോകുന്നു. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ
അവിടെ വെച്ചിട്ട് ഇവർ ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ആ നീതിമാനായ ദൈവത്തിനേക്കാളും ഉപരിയായിട്ട് ദൈവത്തിൻ്റെ കരുണ പ്രവർത്തിക്കുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത് ദൈവത്തിന് 2 മുഖങ്ങളുണ്ട്. ഒന്ന് നീതിയുടെ മുഖവും ഒന്ന് കരുണയുടെ മുഖം. അതാണ് നമ്മുടെ ദൈവകരുണയുടെ ഒരു പ്രത്യക്ഷീകരണം ഈ അടുത്ത കാലത്ത് സംഭവിച്ചപ്പോൾ ഫൗസ്റ്റീന എന്നുള്ളൊരു പുണ്യവതിയിൽ കൂടെ ദൈവം പറഞ്ഞു കൊടുത്തൊരു കാര്യം. ദൈവത്തിൻ്റെ കരുണയുടെ ഒരു ഹൃദയവും ദൈവത്തിൻ്റെ നീതിയുടെ ഒരു ഹൃദയമുണ്ട്. കരുണ നീതിയേക്കാളും കൂടി നിൽക്കുമ്പോൾ ആണ് നമ്മളുടെ പല കാര്യങ്ങളും, നമ്മുടെ കുറ്റങ്ങളൊക്കെ നമ്മൾക്ക് അതിനതീതമായി ദൈവം പ്രവർത്തിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ നീതിയുടെ കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മളൊന്നും ഒരു കാര്യത്തിന് അർഹരല്ല. നമ്മളൊക്കെ തിന്മ ചെയ്യുന്നവരാണ്. ദൈവത്തിൽ നിന്ന് അതിൻ്റെ പ്രതിഫലം, അതിൻ്റെ പരിഹാരം ചെയ്യേണ്ടവരാണ്. പക്ഷെ ദൈവത്തിൻ്റെ കരുണ നമ്മൾ കൂടുതലായിട്ട് വരുമ്പോൾ നമ്മളെ ദൈവം രക്ഷിച്ചെടുക്കുകയാണ്. ഈ നീതിയുടെ ക്രോധത്തിൽപ്പെടാതെ. നമ്മളതിനെ ദൈവത്തിൻ്റെ ശിക്ഷ എന്നുള്ള പറയേണ്ടത്, നീതിയുടെ ക്രോധം എന്നുള്ള പേര് പറഞ്ഞാണ് പറയേണ്ടത്. കാരണം നിയമം അവിടെ ഉണ്ട്, നിയമത്തിന് മാറ്റം വന്നിട്ടില്ല. പക്ഷെ ദൈവം കയറി ഇടപെടാണ്. ഈ നിയമം നമ്മൾ പറയില്ലേ, നമ്മളെ അറിയാവുന്ന ഒരാളെ അല്ലെങ്കിൽ ഒരാളുടെ അവസ്ഥയിൽ നമ്മൾ പരിതാപം തോന്നിയിട്ട് നമ്മൾ പലപ്പോഴും പല പോലീസുകാരും നിയമപാലകരും ആ വ്യക്തിയെ ചിലപ്പോൾ രക്ഷിച്ചെടുക്കാറുണ്ട്. നിയമത്തിൻ്റെ കണ്ണിൽ കൂടെ നോക്കാതെ അല്പമെങ്കിലും വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് ആ വ്യക്തിയെ രക്ഷിച്ചെടുക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. അതേപോലെ തന്നെയാണ് ദൈവം ഇവിടെ പ്രവർത്തിക്കുന്നത്. ദൈവത്തിൻ്റെ കരുണ ഒരു ഭാഗത്തുണ്ട്, ദൈവത്തിൻ്റെ നീതി ഒരു ഭാഗത്തുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ മനുഷ്യരെ പിന്നീട് അവിടെ നിന്ന് ദൈവം എടുത്തുകൊണ്ട് വരുന്നു. അവിടെ നിന്നും ഈ അടിമത്തത്തിൽ നിന്നൊരു മോചിച്ച് കൊണ്ടുവരുന്നു. അപ്പോൾ നോക്കുമ്പോൾ ഈ ഇസ്രായേൽ ജനത്തിനെതിരെ പ്രവർത്തിക്കുന്ന എല്ലാ രാജ്യങ്ങളും, അവിടെയുള്ള ജനങ്ങളൊക്കെ തിന്മ പ്രവർത്തിക്കുന്നവരാണ്. അവരാരും നല്ലവരല്ല. നിങ്ങളതെടുത്ത് നോക്കിയാലും അറിയാം, അവിടെ ആ രാജ്യങ്ങളിലൊക്കെ കാണുന്ന കൊള്ളരുതായ്മകൾ, അവർ ദൈവത്തിനെ ദുഷിക്കുന്നവർ, അല്ലെങ്കിൽ മറ്റു പല ദൈവം കൊടുത്തിരിക്കുന്ന നിയമങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് മറ്റ് ചുറ്റും കൂടി നിൽക്കുന്നവർ. അതിൻ്റെ ഇടയിലാണ് ഇസ്രായേൽ ജനം എന്ന് പറയുന്ന ഒരു ചെറിയൊരു ജനം ദൈവത്തിൽ സത്യദൈവമായുള്ള ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ നിയമങ്ങൾ പാലിക്കാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് നിൽക്കുന്നവർ. അപ്പോൾ ഓൾറെഡി മറ്റുള്ളവരെല്ലാവരും തിന്മയ്ക്ക് കീഴടങ്ങി. അതായത് അവരെല്ലാവരും മരണത്തിന് അർഹരാണ്. അതിന് ഏതെങ്കിലും ഒരു സാഹചര്യം ഉണ്ടായേ തീരൂ. ചിലപ്പോൾ നാളെ ഒരു പ്രകൃതി ദുരന്തമായിരിക്കാം, അല്ലെങ്കിൽ വേറെ രീതിയിലുള്ള വേറെ ജനത വന്ന് ഇവരെ കൊല്ലുന്നതായിരിക്കാം. എങ്ങനെയാ പോയാലും മരണം അവിടെ നടന്നേ തീരും. അപ്പോൾ അതുകൊണ്ടാണ് ദൈവം ഈ ജനത്തോട് തന്നെ പറയുന്നത്, നിങ്ങൾ ആ രാജ്യങ്ങൾ കീഴടക്കൂ. കാരണം അവർ തിന്മ ചെയ്തുകൊണ്ട് ആ രാജ്യവും മലിനമായി. അപ്പോൾ ആ പ്രകൃതിയുടെ നിയമമാണ് വേറൊരു അധിനിവേശം അവിടെ വരണം, ഈ ജനതകൾ മൊത്തം നശിപ്പിക്കപ്പെടണം എന്നുള്ളത് പ്രകൃതിയുടെ നിയമമാണ്. കാരണം അവരത്രയധികം തിന്മ ചെയ്ത് കൂട്ടിയേക്കാണ് ആ രാജ്യങ്ങളിൽ. അവരിനി ആ രാജ്യത്ത് നിൽക്കാനായിട്ട് അവർ അർഹരല്ല. അപ്പോൾ ഈ കേസ് പല രീതിയിൽ പല സ്ഥലങ്ങളിൽ നമ്മളിത് കാണാനായിട്ട് സാധിക്കും. അതായത് അബ്രാഹത്തിൻ്റെ കഥയിലേക്ക് വീണ്ടും പോവുകയാണെങ്കിൽ, അബ്രാഹാം ദൈവത്തിൻ്റെ അടുത്ത് വളരെ പ്രീതിയുള്ളവനായിട്ട് ജീവിച്ചപ്പോൾ ദൈവം എല്ലാ കാര്യങ്ങളും അബ്രാഹത്തിൻ്റെ അടുത്ത് വന്ന് പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് പറയുകയാണ്, അങ്ങകലെ അബ്രാഹത്തിൻ്റെ സഹോദരനായ ലോത്ത് താമസിക്കുന്ന സോദോം ഗൊമോറ എന്ന് പറയുന്നൊരു സ്ഥലത്തെപ്പറ്റി പറയുകയാണ്. ആ സ്ഥലത്ത് ഇപ്പോൾ ദൈവം അബ്രാഹത്തോട് വന്ന് പറയുന്നു, ഈ സ്ഥലം നശിപ്പിക്കപ്പെടാൻ പോവുകയാണ്. കാരണം ഇവർ തിന്മ ചെയ്ത് ഇങ്ങനെ കൂട്ടിയാണ്. അപ്പോൾ സോദോം ഗൊമോറ എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ തിന്മകളെപ്പറ്റി ബൈബിളിൽ പറയുന്നുണ്ട്, അവർ ഏത് തരത്തിലുള്ള ആൾക്കാരായിരുന്നു എന്നുള്ളത്. അപ്പോൾ അത്രയധികം തിന്മ അവർ ചെയ്ത് കൂട്ടിയപ്പോൾ അവരിനി നശിപ്പിക്കപ്പെടണം. കാരണം ഇനി അവർക്ക് ഈ ഭൂമിയിൽ നിൽക്കാനുള്ള ഒരു യോഗ്യതയും ഒരു ഇതില്ല. കാരണം എല്ലാ നിയമങ്ങളും അവർ തെറ്റിച്ചു, അല്ലെങ്കിൽ ദൈവത്തിനെതിരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ഭൂമിയിൽ ഓട്ടോമാറ്റിക്കലി നിൽക്കാനേ അവർക്കിനി പറ്റില്ല. അത്രയധികം തിന്മ അവിടെ വന്നുകൂടിയപ്പോൾ ദൈവം പറയുകയാണ്, ഇനി എൻ്റെ നീതി പ്രവർത്തിക്കാൻ പോവുകയാണ് അവിടെ, അവരെല്ലാവരും തുടച്ചു നീക്കപ്പെടാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് അബ്രാഹത്തിൻ്റെ അടുത്ത് വന്ന് പറയുമ്പോൾ അബ്രാഹാം ദൈവത്തോട് ആവശ്യപ്പെടുന്നുണ്ട്, ദൈവമേ അത്രയും ഒരു ജനത്തെ അങ്ങ് നശിപ്പിക്കരുത്.
അങ്ങ് അവിടെ രക്ഷിക്കണം എന്ന് പറയാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ ദൈവത്തിന് സന്തോഷം വരാണ്. കാരണം ഇവൻ അബ്രാഹാം ഇങ്ങനെ പറയുകയാണെങ്കിൽ നമ്മളങ്ങനെ ചിന്തിക്കുമോ? ഒരു ജനത്തിനെ നശിപ്പിക്കാനായിട്ട് പോകുമ്പോൾ അവരത്രയധികം തിന്മ ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ പറയില്ലേ? ഇപ്പോൾ ഏതെങ്കിലും നമ്മുടെ മനസ്സിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രത്തോടോ ഏതെങ്കിലും ഒരു സമൂഹത്തോടോ നമുക്കൊരു വിരോധമുണ്ട്, കാരണം അവർ കൊള്ളരുതാത്തവരാണെങ്കിൽ അവർ നശിപ്പിക്കപ്പെടട്ടെ എന്നുള്ളതായിരിക്കും നമ്മുടെ ഉള്ളിലുള്ള ആഗ്രഹം. അവരെങ്ങനെയെങ്കിലും നശിച്ചു പോകട്ടെ, ഭൂമി അത്രയധികം നല്ലതാവുമല്ലോ എന്നൊക്കെയായിരിക്കും നമ്മൾ ചിന്ത. പക്ഷേ ഇവിടെ അബ്രാഹാം പറയുകയാണ്, ദൈവമേ അവരെ ഉപദ്രവിക്കരുത് എന്ന് ദൈവത്തോട് അങ്ങോട്ട് ആവശ്യപ്പെടാണ്. അപ്പോൾ ദൈവം അപ്പോൾ അവിടെ സന്തോഷിക്കുകയാണ്. കാരണം എൻ്റെ കരുണയെ അതാണ് ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ കരുണയെ അതാണ് ആഗ്രഹിക്കുന്നത്. ഒരു മനുഷ്യനും നശിപ്പിക്കപ്പെടരുതെന്നാണ് കരുണ ആഗ്രഹിക്കുന്നത്. പക്ഷേ ദൈവത്തിൻ്റെ നീതി അവിടെ നിന്ന് തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ജനത്തിന് നേരെ. കാരണം ഈ ജനം അത്രയധികം തിന്മ ചെയ്ത് കൂട്ടി, ഇനി അവർക്ക് അവിടെ നിൽക്കാനുള്ള ഒരു യോഗ്യതയില്ല. അപ്പോൾ ദൈവത്തിൻ്റെ കരുണ പ്രവർത്തിക്കുകയാണ്. ദൈവം പറയാണ്, ശരി, ഞാൻ ആ നഗരത്തെ ഉപദ്രവിക്കില്ല. അവിടെ ഒരു 50 നീതിമാന്മാരുണ്ടെങ്കിൽ ഞാൻ ആ നഗരത്തെ ഉപദ്രവിക്കില്ല. അവരുടെ പേരിൽ ഞാൻ ആ നഗരത്തോട് ഞാൻ കരുണ കാണിക്കുക, ആ നഗരത്തെ ഞാൻ വെറുതെ വിടുമെന്ന് പറയുന്നു. അപ്പോൾ അബ്രാഹാം കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ചോദിക്കുകയാണ്. അബ്രാഹത്തിന് സംശയം, ഇനിയിപ്പോൾ 50 പേര് അവിടെ ഇല്ലെങ്കിലോ, 40 പേരെങ്കിൽ ഉണ്ടെങ്കിൽ ദൈവമേ നീ അവിടെ ഉപദ്രവിക്കാതിരിക്കുമോ? അപ്പോൾ ദൈവം വീണ്ടും ചിരിച്ച് മനസ്സിൽ വിചാരിക്കുന്നു, ഇവനപ്പോൾ വീണ്ടും ആഗ്രഹമുണ്ട് അവിടെ നശിപ്പിക്കപ്പെടരുതെന്ന്. അപ്പോൾ ദൈവം പറഞ്ഞു, ശരി, 40 പേരെങ്കിലും ഉള്ളെങ്കിൽ പോലും ഞാൻ ആ നഗരത്തെ ഉപദ്രവിക്കില്ല എന്ന് ദൈവം പറയാണ്. അങ്ങനെ പറഞ്ഞ് വീണ്ടും അബ്രാഹാം പറയുകയാണ്. അങ്ങനെ പറഞ്ഞ് 10 പേരുള്ളെങ്കിൽ ദൈവമേ നീ ആ നഗരത്തെ ഉപദ്രവിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ അബ്രാഹത്തിൻ്റെ മനസ്സ് കണ്ട് ദൈവം പറയുകയാണ്, ഇല്ല, 10 പേര് ഉണ്ടെങ്കിൽ നീതിമാന്മാരായിട്ടുള്ള 10 പേര് ആ നഗരത്തിലുണ്ടെങ്കിൽ ഞാൻ ആ നഗരത്തെ, അവരുടെ പേരിൽ ഞാൻ ആ നഗരത്തെ വെറുതെ വിടും. ആ നഗരത്തെ എല്ലാ ആൾക്കാരെയോടും ഞാൻ ക്ഷമിക്കുമെന്ന് പറയുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ട് പിന്നെ ഇപ്പോൾ കാണുന്നത് ആ നഗരം മൊത്തം കത്തി അമരുന്നതായിട്ടാണ്. അന്തരീക്ഷത്തിൽ നിന്ന് തീയും ഗന്ധകവും ഇറങ്ങി ആ നഗരം മൊത്തം കത്തി ചാമ്പലാവുകയും അവിടെയുള്ള എല്ലാ ജനങ്ങളും മരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇരുന്ന അബ്രഹാം മനസ്സിൽ കരുതാണ്, അവിടെ 10 പേര് പോലും ഉണ്ടായിരുന്നില്ലല്ലോ എന്നുള്ള പേരിൽ. അപ്പോൾ ഇത് എന്ന് പറയുന്ന ഒരു പ്രകൃതി ദുരന്തമാണ്. ശരിക്കും അബ്രാഹത്തിനെ ദൈവം പ്രത്യക്ഷപ്പെടുന്നത് അബ്രാഹത്തിന് മാത്രം കിട്ടുന്ന ദർശനങ്ങളാണ്. അപ്പോൾ ശരിക്കും അവിടെ ആക്ച്വലി സംഭവിക്കുന്നത് ഒരു പ്രകൃതി ദുരന്തം പോലെ വന്ന് ആ ജനത മൊത്തം നശിച്ചു പോകുന്നതാണ്. അതെപ്പോഴും നമ്മുടെ കാര്യങ്ങളിലും നമുക്കറിയാമല്ലോ, പല സമയത്ത് നമുക്കുണ്ടാകുന്ന ദുരിതങ്ങളൊക്കെ പലതും നമ്മളുടെ ജനങ്ങളുടെ തിന്മ പെരുകുമ്പോൾ അതിനനുസരിച്ച് പ്രകൃതിയും പ്രതികരിക്കാനായിട്ട് തുടങ്ങും. ഞാനത് മുമ്പും പറഞ്ഞിട്ടുണ്ട്. പ്രകൃതി ഓൾറെഡി നല്ല രീതിയിൽ പോകുമ്പോൾ ഇവിടെ തിന്മ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതൊന്ന് വാഷ് ഔട്ട് ചെയ്യാനായിട്ട് എപ്പോഴും പ്രകൃതി വെമ്പൽ കൊണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇസ്രായേൽ ജനത്തോട് ദൈവം മറ്റു ജനങ്ങളെ ആക്രമിച്ച് കീഴടക്കാനായിട്ട് ആവശ്യപ്പെടുന്നത് ദൈവത്തിൻ്റെ നീതിയാണ്. അല്ലെങ്കിൽ ഇസ്രായേൽ ജനം കീഴടക്കില്ലെങ്കിൽ വേറൊരു ജനത വന്ന് അവരെ കീഴടക്കുകയും അവർ നശിപ്പിക്കപ്പെടുകയും ചെയ്യും. അപ്പോൾ അതിൽ അവർ മരിച്ചു പോകുന്നതിനെ പ്രതി പ്രത്യേകിച്ച് നമ്മൾ പരിതപിക്കേണ്ട ആവശ്യമില്ല. കാരണം അവർ ഓൾറെഡി തന്നെ അവരുടെ വിധി സ്വയമായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്, സ്വയമായിട്ട് തീരുമാനിച്ച് പേടിച്ചതാണ്. അല്ലെങ്കിൽ സ്വന്തമായിട്ട് ആത്മഹത്യ ചെയ്യുക എന്ന് പറയില്ലേ, അവിടെ ഒരു കാരണമാകുന്ന ഇസ്രായേൽ ജനം അവിടെ ഒരു കാരണമാകുന്നതേ ഉള്ളൂ. അല്ലാതെ അവർ നശിപ്പിക്കപ്പെടാതിരിക്കില്ല. ഇസ്രായേൽ ജനം അവരെ ആക്രമിച്ചില്ലായിരുന്നെങ്കിൽ അവർ നശിപ്പിക്കപ്പെടുകയും ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കുകയും ചെയ്യപ്പെടുമായിരുന്നു. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ലോജിക്ക്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, പലരും ചോദിക്കുന്ന ഒരു കാര്യം, ഇങ്ങനെ ഉപദ്രവിക്കുമ്പോൾ അവിടെ നിരപരാധികളായ തിന്മ ചെയ്തവരുണ്ടല്ലോ, തിന്മ ചെയ്യാത്തവരുണ്ടാവില്ലേ, സ്ത്രീകളും കുട്ടികളും ഉണ്ടാവില്ലേ, അവരെയൊക്കെ നശിപ്പിക്കപ്പെടാനായിട്ട് ദൈവം അനുവദിക്കുന്നുണ്ടോ? അപ്പോൾ അവിടെ ദൈവം ഒന്നും ചെയ്തില്ലല്ലോ എന്ന് പറയും. അപ്പോൾ അതിനുത്തരവാദി ആരാണ്? അതിനുത്തരവാദി നമ്മളൊരു സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിളിൽ കൂടെ നമ്മൾ പറയാം അല്ലേ. നമ്മുടെ വീടിന് മുന്നിൽ നമ്മളൊരു കുടുംബമായിട്ട് ജീവിക്കുകയാണ്. നമ്മുടെ വീടിൻ്റെ മുന്നിൽ ഒരു വലിയൊരു തെങ്ങ് നിൽക്കുന്നുണ്ട്.
ഈ തെങ്ങിനെ ഈ കുടുംബത്തിൻ്റെ ഗൃഹനാഥൻ എല്ലാ ദിവസവും രാവിലെ വന്നിട്ട് തെങ്ങിൻ്റെ ചോട്ടിൽ വന്നിട്ട് തെങ്ങിനെ വെട്ടാണ്. ഓരോ ഇഞ്ച് ഇത് വെട്ടി ഈ തെങ്ങിനെ തൻ്റെ പുരയിടത്തിലേക്ക് വീഴാൻ തക്ക രീതിയിൽ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യ ദിവസം വന്ന് വെട്ടുന്നു, അങ്ങനെ ദിവസങ്ങളോളം വെട്ടുന്നു. അപ്പോൾ ഗൃഹനാഥൻ അറിയാൻ തൻ്റെ വീട്ടിൽ ഭാര്യയുണ്ട്, മക്കളുണ്ടെന്ന്. അങ്ങനെ വെട്ടി ഒരു ഘട്ടം എത്തുമ്പോൾ ഈ തെങ്ങ് മറിഞ്ഞ് പുരയുടെ മുകളിലോട്ട് വീഴുകയും പുര മുഴുവനായിട്ട് നിലം പൊത്തുകയും ആ പുരയിലുണ്ടായിരുന്ന ഗൃഹനാഥനും ഭാര്യയും മക്കളും മരിക്കാനായിട്ട് ഇടവരുന്നു. ഇങ്ങനൊരു സന്ദർഭത്തിൽ ആരാണ് ഈ ദുരന്തത്തിന് ഉത്തരവാദി? ഗൃഹനാഥനാണോ, അതോ ഈ തെങ്ങാണോ, അതോ ഇത് ദൈവമാണോ? സിമ്പിളായിട്ട് ലോജിക്കിലൂടെ നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ അറിയാം, അതിന് ഉത്തരവാദി ആ ഗൃഹനാഥൻ മാത്രമാണ്. തൻ്റെ കുടുംബത്തിനെ കൊന്നത് ഗൃഹനാഥനാണ്. നമ്മളതിന് ഇങ്ങനെ പറയാം, മറ്റുള്ളവർ മരിച്ചതല്ല. ആരാണ് കൊന്നത്? ഈ ഗൃഹനാഥൻ സ്വന്തം ഭാര്യയെയും മക്കളെയും കൊന്നതാണ്. ഇത് തന്നെയാണ് ഈ സന്ദർഭങ്ങളിലൊക്കെ സംഭവിക്കുന്നത്. അതായത് തിന്മ ചെയ്തവർ തിന്മ ചെയ്യാത്തവരെ കൊന്നതാണ്. കാരണം ദൈവത്തിൻ്റെ ക്രോധം അല്ലെങ്കിൽ നീതിയെ വിളിച്ചു വരുത്താണ്. ദൈവത്തിൻ്റെ നിയമം, നീതി എന്ന നിയമത്തെ അവരുടെ തിന്മ മൂലം വിളിച്ചു വരുത്തി ജനങ്ങളെ മുഴുവൻ നശിപ്പിക്കുന്ന സിറ്റുവേഷനിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ അതാണ് അതിനുള്ളൊരു ഉത്തരം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, ഈ ബൈബിള് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങളെ മനുഷ്യൻ എന്താണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഈ ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് മനുഷ്യന് എന്താണ് യോഗ്യത? അതാണ് നമ്മൾ ചോദിക്കേണ്ടത്. എന്തുകൊണ്ടാണ് മനുഷ്യന് വോയിസ് ഇല്ലാത്തത് എന്നാ പറയണേ? എന്നെ തൊട്ടു പോകരുത്, എന്നെ ദൈവം തൊട്ടു പോകരുത്, എനിക്കിഷ്ടത്തിന് ഞാൻ ചെയ്യുമെന്ന് മനുഷ്യന് പറയാനായിട്ട് സാധിക്കുമോ? മനുഷ്യന് ഒരിക്കലും അങ്ങനെ പറയുന്നത്, ചിന്തിക്കുന്നതേ അബദ്ധമാണ്. കാരണം അവൻ്റെ ശരീരം അവൻ്റെ അല്ല, ആത്മാവ് അവൻ്റെ അല്ല. അവൻ പറയാൻ ഉദ്ദേശിക്കുന്ന വാക്ക് പോലും അവന് പറയാൻ പറ്റില്ല. കാരണം അവനേ ഇല്ല ദൈവമില്ലെങ്കിൽ. അപ്പോൾ ദൈവം വാടകയ്ക്ക് തന്ന ഈ കാറും എടുത്തുകൊണ്ട് ചുറ്റി സഞ്ചരിച്ച ഈ ഓണർ ഈ കാർ ആവശ്യപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഈ കാറ് തരില്ല, ഇതെൻ്റെ സ്വന്തമാണ്. അവൻ വാടക പോലും കൊടുത്തില്ല. ഞാൻ മുമ്പത്തെ എക്സാമ്പിൾ പറഞ്ഞു, ഫ്രീ ആയിട്ട് കിട്ടിയ കാറും എടുത്തുകൊണ്ട് ചുറ്റി കറങ്ങി കാറും ഇടിച്ച് നശിപ്പിച്ച് വീണ്ടും ഈ കാറിനെ ഉപദ്രവിച്ചുകൊണ്ട് ചുറ്റിക്കറങ്ങി നടക്കുന്ന ഒരു ഡ്രൈവറുടെ മുന്നിൽ ഈ കാറ് നൽകിയ ആൾ വന്നിട്ട് നീ വണ്ടിയിൽ നിന്ന് ഇറങ്ങി, ഞാൻ ഈ കാർ എടുത്തുകൊണ്ട് പോവുകയാണെന്ന് പറയുമ്പോൾ, ഈ കാറ് ഞാൻ തരില്ല, നിനക്ക് ഇഷ്ടമുള്ളത് നീ ചെയ്തോ, എനിക്ക് എങ്ങനെ ജീവിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയാമെന്ന് പറഞ്ഞ് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രതികരണമാണത്, അല്ലേ? അങ്ങനെ രീതിയിൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. ഈ മനുഷ്യൻ എന്താണ് വോയിസ്? എൻ്റെ ശരീരം അല്ലെങ്കിൽ എൻ്റെ ആയുസ് ഇത്ര വേണമെന്ന് പറയാനായിട്ട് ഒരു വോയിസും ഇല്ല. അപ്പോൾ ഇത് കറക്റ്റായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമാണ് ഈ മരണങ്ങൾ എന്തുകൊണ്ട് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഇത്രയധികം കാര്യങ്ങൾ. ദൈവം ഒരിക്കലും ഒരു നീതിമാനെയും കൊന്നതോ ഉപദ്രവിച്ചതോ ആയിട്ട് നമുക്ക് ബൈബിൾ കാണാനായിട്ട് സാധിക്കില്ല. അത് ഏറ്റവും പ്രിയപ്പെട്ടവർ പോലും, ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ട അല്ലെങ്കിൽ ദൈവത്തിനെ അത്രയധികം ബഹുമാനിച്ച വ്യക്തികളെ പോലും അവരൊരു തെറ്റ് ചെയ്തപ്പോൾ പോലും ദൈവം വെറുതെ വിട്ടിട്ടില്ല. മനസ്സിലായോ? അതായത് അവരൊരു തെറ്റ് ചെയ്തപ്പോഴും ആ തെറ്റിനുള്ള പരിഹാരം അവനെ കൊണ്ട് ചെയ്യിപ്പിക്കാതെ ദൈവം അവനെ വെറുതെ വിട്ടിട്ടില്ല. അപ്പോഴാണ് ദൈവത്തിൻ്റെ നീതി എത്രയുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. ദൈവം ആരോടും പക്ഷപാതം കാണിച്ചിട്ടില്ല. നമുക്കറിയാം, അതിൻ്റെ പേരിൽ ദൈവം വേദനിച്ചിട്ടുണ്ടെങ്കിൽ പോലും. ഇപ്പം നമുക്കറിയാം, മോശയുടെ കഥ നമ്മൾ കാണുമ്പോൾ ഈ മോശയുടെ ചരിത്രം, ഈ ബൈബിൾ അറിയാത്തവർക്ക് അത്രയധികം അത് മനസ്സിലാവില്ല. ബൈബിൾ അറിയുന്നവർക്ക് അതിൻ്റെ കഥകൾ അറിയാം. ഈ മോശ ഒറ്റയ്ക്ക് ചെന്നിട്ടാണ് ഒരു രാജാവിൻ്റെ അടുത്ത് പോയി, ഈജിപ്ത് രാജാവിൻ്റെ അടുത്ത് പോയിട്ട്, ദൈവത്തിൻ്റെ ജനത്തെ ഞങ്ങൾക്ക് തിരിച്ചു വരണം, ഞങ്ങളെല്ലാവരും കൂടി ദൈവത്തെ ആരാധിക്കാനായിട്ട് പോവുകയാണ്, അവരെ വിട്ടു തരണമെന്ന് ഒരു കഴിവുമില്ലാത്തിരിക്കുന്ന ഈ മോശ ചെന്നാണ് രാജാവിൻ്റെ അടുത്ത് പോയി ആവശ്യപ്പെടുന്നത്. അതുപോലെ അങ്ങനെയാണ് ഈ മോശയുടെ നേതൃത്വത്തിലാണ് ഈ ഈജിപ്ത് എന്നുള്ള മഹാരാജ്യം, അന്നത്തെ കാലഘട്ടത്തിലെ ഏറ്റവും ശക്തിയുള്ള രാജ്യമാണ് ഈജിപ്ത് എന്ന് പറയുന്ന രാജ്യം. ആ രാജ്യത്തിൽ നിന്ന് അവിടെ അടിമവേല ചെയ്തിരിക്കുന്ന ജനങ്ങളെ ഈ മോശ ഒറ്റയ്ക്ക് പോയി
അവിടെ നിന്നും വിളിച്ചു കൊണ്ടുവന്ന് അവരെ മരുഭൂമിയിൽ കൂടെ 40 വർഷങ്ങളോളം നടത്തുകയും അതിനുശേഷം തിരിച്ച് കാനാൻ ദേശത്തേക്ക് എത്തിക്കുകയും ചെയ്ത അത്രയും വലിയൊരു നേതാവായിട്ടുള്ള, ദൈവത്തിൻ്റെ വാക്കുകൾ കേട്ട് ദൈവത്തിൻ്റെ പദ്ധതിക്കനുസരിച്ച് ജീവിക്കുകയും ചെയ്ത മോശ എന്ന് പറയുന്ന വ്യക്തി ഒരു സമയത്ത് ദൈവത്തിൻ്റെ പറഞ്ഞ കാര്യങ്ങളിൽ വിശ്വസിക്കാതെ അവിടെ തിന്മ ചെയ്തപ്പോൾ ദൈവം ആ തിന്മയ്ക്ക് മോശയോട് പരിഹാരം അനുഷ്ഠിക്കാതെ മോശേനെ പിന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല. ദൈവം പറയാന്ന്, നീ ഇത്ര നാൾ കൊണ്ടുവന്ന ഈ ജനത ഈ കനാൻ ദേശത്തെത്തും, പക്ഷെ നീ എത്തുകയില്ല, നീ അവിടേക്ക് ചെല്ലുകയില്ല എന്ന് പറയുന്നുണ്ട്. കാരണം ദൈവം അത് പറയുന്നത് ദൈവം സന്തോഷിച്ചുകൊണ്ടും അല്ലെങ്കിൽ പ്രതികാരത്തോടു കൂടിയല്ല, ദൈവം അത്രയധികം വേദനിച്ചുകൊണ്ടാണ് പറയുന്നത്. കാരണം അവൻ ആ തെറ്റിനുള്ള പരിഹാരം ചെയ്തേ പറ്റൂ, അതാരായാൽ പോലും. ഈ സെയിം സംഭവം തന്നെയാണ് പല ദൈവം തിരഞ്ഞെടുത്ത ഓരോ വ്യക്തികളും ഫെയിലാവുമ്പോൾ ദൈവം കാണുന്നത്, ദൈവം വേദനിക്കുന്നത്. ഇപ്പോൾ ദൈവം പിന്നീട് ഇസ്രായേൽ ജനത്തിൻ്റെ രാജാവായിട്ട് തിരഞ്ഞെടുക്കുന്ന സാവൂളിനെ ഇവരെല്ലാവരുടെയും രാജാവാക്കി അഭിഷേകം ചെയ്ത് ഈ ജനത്തിൻ്റെ മൊത്തം രാജാവായി മാറ്റുന്നു. രാജാവായതിനു ശേഷം ഈ സാവൂൾ തൻ്റെ തനി സ്വഭാവം പുറത്തെടുക്കുകയും തിന്മ ചെയ്യുകയും ചെയ്തപ്പോൾ ദൈവം സാവൂളിനെ വിട്ടുപോയി. അവൻ അതിനനുസരിച്ച് മരണത്തിന് കീഴടങ്ങുകയും അവൻ ഒരു നരകതുല്യം ജീവിക്കേണ്ട സ്ഥിതിയിലേക്ക് മാറുകയും ചെയ്തു. സാവൂളും ദൈവത്തിന് പ്രിയപ്പെട്ടവനായിരുന്നു. പിന്നീട് വരുന്ന വലിയൊരു രാജാവായിരുന്നു ദാവീദ് എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ മനസ്സറിയുന്നവൻ, ദൈവത്തിൻ്റെ മനസ്സിനോട് ചേർന്നവൻ എന്നൊക്കെയാണ് ദാവീദിനെ വിളിച്ചുകൊണ്ടിരുന്നത്. അത്രയധികം ദൈവത്തിൻ്റെ പേരിൽ സങ്കീർത്തനങ്ങൾ എന്ന് പറയുന്ന എക്കാലത്തെയും ഏറ്റവും മനോഹരമായിട്ടുള്ള കവിതകൾ എന്ന് പറയുന്നത്, മറ്റുള്ളവർക്ക് കവിതകളും നമ്മുടെ സങ്കീർത്തനത്തിൽ ദൈവത്തോടുള്ള പ്രാർത്ഥനകൾ ഗാനരൂപത്തിൽ എഴുതി വെച്ചിരിക്കുന്ന വലിയൊരു ഗ്രന്ഥമാണ് സങ്കീർത്തനം. അത് എഴുതിയത് ദാവീദിൻ്റെ പല കീർത്തനങ്ങളാണ് ഈ സങ്കീർത്തനത്തിൻ്റെ ഉള്ളിൽ ഉള്ളതെന്നാണ് എല്ലാവരും വിശ്വസിക്കുകയും നമ്മൾ അത് കരുതുകയും ചെയ്യുന്നത്. അപ്പോൾ അത്രയധികം മനോഹരമായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ദൈവത്തിൻ്റെ പറ്റി സ്തുതിഗീതങ്ങൾ എഴുതുകയും ചെയ്തിട്ടുള്ള ഒരു രാജാവ്, ദൈവത്തിൻ്റെ മറ്റുള്ളവരുടെ മുന്നിൽ വസ്ത്രം പോലും ഉടുക്കാതെ ദൈവത്തിൻ്റെ മുന്നിൽ നൃത്തം ചെയ്യുകയും മറ്റുള്ളവർ എന്താണെന്ന് കരുതുന്നെന്ന് കാണാതെ അത്രയധികം വില ദൈവത്തിന് കൊടുക്കുകയും ചെയ്ത ദാവീദ് എന്ന് പറയുന്ന രാജാവ് ഒരു തെറ്റ് ചെയ്തപ്പോൾ, ഒരു രാജാവിൻ്റെ ചിന്തയിൽ നോക്കുകയാണെങ്കിൽ അത് വളരെ ചെറിയൊരു തെറ്റാണ് അല്ലേ. തൻ്റെ പടയാളിയെ കൊന്നുകൊണ്ട്, തൻ്റെ സൈന്യാധിപനെ കൊന്നുകൊണ്ട് സൈന്യാധിപൻ്റെ ഭാര്യയെ കരസ്ഥമാക്കുക എന്ന് പറയുന്നത് രാജാവിൻ്റെ ദൃഷ്ടിയിൽ വളരെ ചെറിയൊരു കാര്യമാണ്. പക്ഷേ അതുപോലും ദൈവം വെറുതെ വിട്ടിട്ടില്ല. ദൈവം ദാവീദിനെ വിട്ടുപോകുന്ന സന്ദർഭമുണ്ട്. പിന്നീട് ദാവീദ് ഈ തെറ്റിനു വേണ്ടി പശ്ചാത്തപിച്ചുകൊണ്ട് പിന്നീട് അവൻ്റെ ജീവിതം മൊത്തം അവൻ അതിനു വേണ്ടി നീറി ദൈവത്തിൻ്റെ പിന്നാലെ നടക്കുകയാണ്. ദാവീദിനത് ബോധ്യപ്പെടുകയും ദാവീദ് പശ്ചാത്തപിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അവൻ ആ തെറ്റ് ചെയ്തുകൊണ്ട് അവൻ രാജസ്ഥാനത്ത് നിന്ന് മാറ്റപ്പെടുകയും അവനെ വേട്ടയാടുകയും മറ്റുള്ളവർ, അങ്ങനെയുള്ളൊരു സ്ഥിതിയിലേക്ക് അവൻ അധപതിച്ചു പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ദൈവം ഒരിക്കലും പക്ഷാഭേദം ആരോടും കാണിച്ചിട്ടുമില്ല. ദൈവത്തിന് കരുണയില്ലാത്തവനല്ല, മനുഷ്യനാണ് ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയും സ്വയമായിട്ട് അതിൻ്റെ തിന്മയുടെ പ്രതിഫലം മേടിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ കൺസെപ്റ്റ് നമ്മൾ ബോധ്യപ്പെട്ടാൽ മാത്രമാണ് പഴയ നിയമം എന്താണെന്നും പഴയ നിയമത്തിൻ്റെ സ്ഥിതിഗതികൾ എന്താണെന്നൊക്കെ മനസ്സിലാവുള്ളൂ. അപ്പോൾ എല്ലായിടത്തും നമുക്ക് ദൈവത്തിന് എപ്പോഴും മനുഷ്യരെ രക്ഷിക്കണം, അവരെ തിരിച്ചു കൊണ്ടുവരണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഈ രക്ഷാകര ചരിത്രം മുന്നോട്ട് പോയത്. അല്ലെങ്കിൽ എപ്പോഴേ നമ്മുടെ മനുഷ്യരുടെ കയ്യിലിരിപ്പ് കൊണ്ട് എപ്പോഴേ ഈ രക്ഷാകര ചരിത്രം നിർത്തി മനുഷ്യരെല്ലാവരെയും നശിപ്പിച്ച് ഈ മനുഷ്യൻ്റെ ചരിത്രത്തിന് വിരാമം ഇട്ടാണ് ദൈവം. പലപ്പോഴും ദൈവത്തിന് തോന്നുകയും പിന്നീട് ദൈവം മനസ്സ് മാറുകയും വീണ്ടും മനുഷ്യരെ രക്ഷിക്കണം, ഈ മനുഷ്യരെ തെറ്റ് ചെയ്തു പോയി, അവർ ബലഹീനരാണ്, വീണ്ടും അവരെ തിരിച്ചു കൊണ്ടുവരണം, വീണ്ടും അവരെ രക്ഷിച്ചെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും പുതിയ കാര്യങ്ങൾ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. പല പ്രവാചകന്മാരെ വീണ്ടും അയക്കുന്നു, പല ആൾക്കാർ വഴിയായിട്ട് സംസാരിക്കുന്നവരായിട്ട്. അവസാനം ലാസ്റ്റത്തെ നമ്മൾ പറയില്ല, അവസാനത്തെ എൻ്റെ അടവാണ്, അല്ലെങ്കിൽ അവസാനത്തെ
തുറപ്പിച്ചിട്ടാണ് ഇത്. സ്വന്തം പുത്രനെ ഇനി അയക്കാൻ പോവാണ്. അവനെങ്കിലും ഇനി ഇവർ വിശ്വസിക്കും, അവൻ പറയുന്നെങ്കിൽ ഇവർ കേൾക്കും. അല്ലെങ്കിൽ അവൻ മൂലം ഇനിയിപ്പോൾ ഇവർ ഇനി ഈ തിന്മയ്ക്ക് വേണ്ടിയിട്ട് പരിഹാരം ചെയ്യാനായിട്ട് നടക്കണ്ട, എൻ്റെ പുത്രൻ വന്ന എല്ലാവർക്കും വേണ്ടി ഇനി പരിഹാരം ചെയ്തുകൊണ്ട് അവൻ മരിച്ചുകൊള്ളും ഇവർക്കെല്ലാവർക്കും വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയാണ് ആ സ്നേഹത്തിൻ്റെ പൂർത്തീകരണം സംഭവിക്കുന്നത്. അപ്പോൾ ഇനി ഏറ്റവും ലാസ്റ്റത്തെ കാര്യമാണ് ക്രിസ്തു എന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ രക്ഷാകര ചരിത്രത്തിൻ്റെ. ഇനി ഇതിന് ശേഷം ഇനിയൊരു ദൈവിക വെളിപാടും കിട്ടാനില്ല, അല്ലെങ്കിൽ ഭൂമിയിലേക്ക് ഇനി ആരും വരാനില്ല. ഇനി വരുന്നത് ഈ ഭൂമിയുടെ അവസാനമാണ്. എല്ലാ മനുഷ്യരും ദൈവത്തിലേക്ക് തിരിച്ചു വരുന്ന അവസാന ദിവസം എന്നുള്ള ദിവസത്തിൽ മാത്രമാണ് ഇനിയൊരു ദൈവത്തിൻ്റെ ഒരു പ്രത്യക്ഷീകരണവും യേശു ക്രിസ്തുവും തിരിച്ച് ഭൂമിയിലേക്ക് വരിക എന്നുള്ള സംഭവം ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മളിതിനെ കാണാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ നമ്മൾ കണ്ടു പഴയ നിയമത്തിൽ ദൈവം കർശനക്കാരനായിരുന്നു. ദൈവം കർശനക്കാരനല്ല, നിയമമാണ് കർശനം. നിയമം തെറ്റിച്ചു കഴിഞ്ഞാൽ ആരായാലും അതിന് പരിഹാരം ചെയ്തേ പറ്റൂ. ദൈവത്തിന് അവിടെ ഒന്നും ചെയ്യാൻ, അതായത് ദൈവത്തിനൊന്നും ചെയ്യാൻ പറ്റാത്ത, ദൈവം ആ നിയമമാണ് സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത്. നിയമം തെറ്റിക്കാനായിട്ട് പറ്റില്ല, ആർക്കും തെറ്റിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ നിയമം അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ യേശു ക്രിസ്തു വന്നപ്പോൾ പെട്ടെന്ന് എന്തുകൊണ്ട് മാറി? അപ്പോൾ അവിടെ ചിന്തിക്കണം, നിയമം എന്തിനാണ്? ഒരാൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവന് ശിക്ഷ ലഭിക്കണം. അപ്പോൾ ശിക്ഷ എന്നുള്ളത് എടുത്തു നീക്കിയാലോ പിന്നെ അവിടെ നിയമത്തിന് പ്രാധാന്യമുണ്ടോ? അല്ലെങ്കിൽ അവിടെ ആ ഒരു നിയമം കൊണ്ട് വല്ല കാര്യങ്ങൾ നടക്കുമോ? അതായത് നിങ്ങൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശിക്ഷയില്ല. നിങ്ങൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശിക്ഷയില്ല എന്നുള്ള ഘട്ടം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ആ നിയമം കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? അപ്പോൾ അവിടെയാണ് പുതിയ നിയമം ദൈവം ക്രിസ്തു സ്ഥാപിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ മനുഷ്യരുടെ തെറ്റുകൾക്ക് വേണ്ടിയിട്ട് അവൻ ക്രിസ്തു പരിഹാരം ചെയ്തു. മനുഷ്യരെ കൊണ്ട് ഇനി അത് പരിഹാരം ചെയ്യാനും അതിനുവേണ്ടി പിന്നാലെ നടക്കാനും സാധിക്കില്ലെന്ന് കണ്ടപ്പോൾ ദൈവം തന്നെ തീരുമാനിച്ചു ക്രിസ്തു വഴിയായിട്ട് ഈ മനുഷ്യരെല്ലാവരും രക്ഷിക്കപ്പെടണം. അപ്പോൾ ക്രിസ്തു എല്ലാവർക്കും വേണ്ടി ഈ എല്ലാവരുടെയും ജനിച്ചവർക്കും മരിച്ചവർക്കും എല്ലാവർക്കും വേണ്ടി പാപപരിഹാരത്തിനായിട്ട് ബലിയായിട്ട് സ്വയമായിട്ട് സമർപ്പിച്ചപ്പോൾ നിയമങ്ങൾ മാറി. ക്രിസ്തു അത് മുമ്പേ പറഞ്ഞെന്നുള്ളൂ, കാരണം ക്രിസ്തു മരിച്ചതിന് ശേഷം ക്രിസ്തുവിന് പറയാനായിട്ട് സാധിക്കില്ലല്ലോ. അതുകൊണ്ടാണ് ക്രിസ്തു പുതിയ നിയമം സ്ഥാപിച്ചത്. അതായത് പാപത്തിൻ്റെ എല്ലാ മനുഷ്യരുടെയും പാപത്തിൻ്റെ പരിഹാരം അവൻ അനുഷ്ഠിച്ചു കഴിഞ്ഞു അല്ലേ. അപ്പോൾ ഇനി വ്യക്തികൾക്ക് ഈ പാപപരിഹാരത്തിൻ്റെ ഗുണം കിട്ടണമെങ്കിൽ, അതായത് ഒരു തെറ്റ് ചെയ്തവന് അവൻ്റെ അതിന് തെറ്റ് പൊറുക്കണമെങ്കിൽ, കോടതി നമ്മൾ പറയില്ലേ, കോടതി പൊറുക്കണമെങ്കിൽ, തെറ്റില്ലെന്ന് പറയണമെങ്കിൽ യേശു ക്രിസ്തുവിനെ കൂട്ടുപിടിക്കാതെ നടക്കില്ല. അതായത് ഇപ്പോൾ ഒരു ഗവർണർ പറയാണ്, ഒരു പ്രധാനമന്ത്രി പറയാണ്, എല്ലാ തെറ്റുകളും ഞാൻ ക്യാൻസൽ ചെയ്യുന്നു, നിങ്ങൾ എൻ്റെ പേര് പറഞ്ഞാൽ മാത്രം, കോടതിയിൽ പറഞ്ഞാൽ മാത്രം മതി, നിങ്ങൾ എൻ്റെ പേര് പറയുകയാണെങ്കിൽ നിങ്ങളുടെ തെറ്റ് അവിടെ നിങ്ങൾ ആ തെറ്റ് നിങ്ങൾക്ക് അത് അവിടെ പ്രാബല്യത്തിൽ വരികയില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ തെറ്റിന് വേണ്ടി ശിക്ഷ അനുഭവിക്കേണ്ടി വരില്ല. പകരം എൻ്റെ പേര് പറയണം, എന്നെ വിശ്വസിക്കണം എന്നുള്ള നിയമം പറഞ്ഞതുപോലെ തന്നെയാണ് ഇവിടെയും. അപ്പോൾ ഈ മനുഷ്യരെല്ലാവരും യേശുവിൽ വിശ്വസിക്കുകയും ചെയ്യണം. യേശുവിനെ സ്വന്തം നമ്മുടെ സൃഷ്ടാവും രക്ഷകനുമായിട്ട് സ്വീകരിച്ചാൽ മാത്രമാണ് യേശുവിൻ്റെ രക്ഷാകര ചരിത്രം മനസ്സിലാക്കിക്കൊണ്ട് യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമാണ് ഈ രക്ഷ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന യേശുവിനെ വിശ്വസിച്ചാൽ മാത്രമല്ല എനിക്കിനി എന്ത് തെറ്റ് വേണമെങ്കിൽ ചെയ്യാമെന്ന്. അപ്പോൾ അവിടെയാണ് യേശു പറയുന്നത്, എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്തതും ചെയ്യും, അല്ലെങ്കിൽ ഞാൻ പഠിപ്പിച്ചതും അവൻ ചെയ്യും. നിങ്ങൾ യേശുവിനെ വിശ്വസിക്കണമെങ്കിൽ യേശു ജീവിച്ചതുപോലെ നിങ്ങളും ജീവിക്കണം. യേശു പഠിപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യണം. എന്നാൽ മാത്രമാണ് നിങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്നതെന്ന് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ യേശുവിനെ വിശ്വസിച്ച് യേശുവിൻ്റെ കാര്യം ഫോളോ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് തെറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല, നിങ്ങൾക്ക് മറ്റുള്ളവനെ ഉപദ്രവിക്കാനായിട്ട് സാധിക്കില്ല, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ആ നിയമമില്ലാതെ തന്നെ നിയമം അനുസരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ക്രിസ്തു നിയമത്തിൻ്റെ പൂർത്തീകരണമാണ് എന്ന് പറയുന്നത്. കാരണം ക്രിസ്തുവിൽ കൂടെ
ക്രിസ്തുവിനെ വിശ്വസിക്കുന്നവനും ക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്നവനും ഓട്ടോമാറ്റിക്കലി എല്ലാ നിയമങ്ങളും പാലിക്കുന്നവനായിട്ട് മാറുന്നു. അവനിനി നിയമത്തിൻ്റെ കുരുക്കുകൾ നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല. കാരണം ക്രിസ്തു വഴിയായിട്ടാണ് അവൻ രക്ഷിക്കപ്പെടുന്നത്. ക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്നത് കൊണ്ടാണ് അവൻ രക്ഷിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് ക്രിസ്തു നിയമം ഇങ്ങനെ മാറ്റിയത്. മുമ്പത്തെ നിയമം എന്ന് പറയുന്നത് നമ്മളെ ആരെങ്കിലും ഒരാൾ ഉപദ്രവിച്ച് കഴിഞ്ഞാൽ ദൈവം കൊടുത്തിരുന്ന നിയമം അവനെ തിരിച്ച് ഉപദ്രവിക്കുക, അല്ലെങ്കിൽ അതിനതായിരുന്നു അതിൻ്റെ നീതി. പക്ഷേ ദൈവം യേശു വന്നപ്പോൾ ഈ ഉപദ്രവിച്ച ആളുടെ കുറ്റം മൊത്തം യേശു ഏറ്റെടുത്തുകൊണ്ട് തിരിച്ചിനി അയാൾ ഉപദ്രവിക്കാൻ പറ്റില്ല നമുക്ക്. കാരണം ദൈവം യേശു അതിൻ്റെ പാപപരിഹാരം ചെയ്തു പോയി അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങളുടെ കരണത്തടിക്കാൻ ആഗ്രഹിക്കുന്നവന് നിങ്ങളുടെ മറ്റു കരണം കൂടി കാണിച്ചു കൊടുക്കാനായിട്ട് പറയുന്നത്. കാരണം അവൻ്റെ പാപത്തിനുള്ള പരിഹാരവും ദൈവം ഏറ്റെടുത്തു. അതുപോലെ തന്നെ അവൻ ചെയ്ത തെറ്റുകൾക്കുള്ള പാപപരിഹാരം അവൻ ഏറ്റെടുത്തു, ക്രിസ്തു ഏറ്റെടുത്തു. അപ്പോൾ ഇങ്ങനെ യേശുവിൻ്റെ മനോഭാവത്തോടു കൂടി നിങ്ങൾ ഇടപെടാൻ തുടങ്ങിയാണെങ്കിൽ അവൻ അടിക്കാനും വരില്ല. ഇപ്പം അടിക്കാൻ വരുന്നവനെ പലരും കളിയാക്കാറുണ്ട്. പലരും ഇങ്ങനെ പറയാറുണ്ട്, ക്രിസ്ത്യാനിയുടെ നിയമങ്ങളൊന്നും പ്രാക്ടിക്കലല്ല എന്ന് പറയാറുണ്ട്. കാരണം ഇവർ കരണത്തടിക്കാൻ പറയുന്നു, കരണത്തടിച്ച് കഴിഞ്ഞാൽ മറ്റു കരണം കാണിച്ചു കൊടുക്കാൻ പറയുന്നു, ഒരു ഉടുപ്പ് ചോദിക്കുന്നവന് മേലങ്കി കൂടി കൊടുക്കാൻ പറയുന്നു, പൈസ ചോദിക്കാൻ വരുന്നവനിൽ നിന്ന് ഒഴിഞ്ഞു മാറരുത് എന്നൊക്കെ പറയുന്നു. ഇതൊക്കെ പ്രാക്ടിക്കലായിട്ട് നടക്കുന്ന കാര്യമാണ്. അപ്പോൾ അവിടെയാണ് ക്രിസ്തു പറഞ്ഞ, യേശുവിൽ കൂടെ അല്ലാതെ, അല്ലെങ്കിൽ യേശുവിൽ ഒരു സാധാരണ വ്യക്തികൾക്കൊന്നും ഈ നിയമങ്ങളൊന്നും പാലിക്കാനായിട്ട് സാധിക്കില്ല. ഒരു സാധാരണ വ്യക്തി തീരുമാനിക്കുകയാണ്, ക്രിസ്തുവിനെ ഫോളോ ചെയ്യണം, ക്രിസ്തുവിൻ്റെ നിയമങ്ങളൊക്കെ ഞാൻ ഫോളോ ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവനെ കൊണ്ട് സാധിക്കില്ല, മനുഷ്യനെ കൊണ്ട് സാധിക്കില്ല. അപ്പോഴാണ് ദൈവം പറയുന്നത്, ക്രിസ്തു പറഞ്ഞത്, ഈ നിയമങ്ങൾ മാത്രമല്ല മനുഷ്യന് കൊടുത്തിരിക്കുന്നത്, അതിൻ്റെ കൂടെ ഹോളി സ്പിരിറ്റിനും കൂടി കൊടുത്തിരിക്കുന്നത്. ദൈവത്തിൻ്റെ ആത്മാവിനെയും മനുഷ്യന് സഹായത്തിനായിട്ട് ക്രിസ്തു നൽകി. അതായത് പറഞ്ഞില്ലേ, അവസാന ഘട്ടത്തിൽ ഈ പരീക്ഷ, ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ജീവിതം എന്ന് പറയുന്ന ഒരു പരീക്ഷയാണ്. ഈ പരീക്ഷയുടെ അവസാനത്തിൽ കുട്ടികൾക്കൊന്നും ഉത്തരം കിട്ടാതെ നിൽക്കുന്ന സമയത്ത് അധ്യാപകൻ ലാസ്റ്റ് ചെയ്യുന്ന സംഭവം എന്താണ്? ചോദ്യത്തിൻ്റെ ഉത്തരത്തിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക, കുറേ ഹിൻറ്റുകൾ കൊടുക്കുക. എന്നിട്ട് അങ്ങനെയെങ്കിലും അവൻ എഴുതട്ടെ, പരീക്ഷ എഴുതട്ടെ എന്ന് പറയില്ലേ? അതുപോലെ തന്നെയാണ് ക്രിസ്തുവും ചെയ്തത്. ക്രിസ്തു ആ നിയമങ്ങളൊക്കെ മാറ്റുകയും അതുപോലെ തന്നെ ഹോളി സ്പിരിറ്റിനെ എല്ലാവർക്കും കൊടുക്കാനായിട്ട് തീരുമാനിക്കുകയും, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി കൊണ്ട് നിങ്ങൾക്ക് ഈ നിയമങ്ങളൊക്കെ പാലിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ ദൈവാത്മാവ് നിറഞ്ഞവനാണ് ഇരിക്കുന്നതെങ്കിൽ ഒരാൾ അടിക്കാനായിട്ട് വരികയും പോലില്ല. വരുന്നാലല്ലേ അത് മറുകരണം കാണിച്ചു കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ദൈവാത്മാവ് പിന്നാൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിനെ ഉപദ്രവിക്കാനായിട്ട് ആരും തുനിയുകയില്ല. അങ്ങനെ ഉപദ്രവിച്ചാൽ തന്നെ അതിനുള്ള ഒരു ഉപദ്രവം മാത്രം, മീൻസ് അങ്ങനെയുള്ള സാഹചര്യങ്ങളും ദൈവം അറിഞ്ഞിട്ടല്ലാതെ അവിടെ നടക്കുകയില്ല എന്നുള്ളതാണ്. വഴിയിൽ പോകുന്നവനൊക്കെ വന്ന് ഉപദ്രവിക്കാനായിട്ട് അവൻ നിന്നു കൊടുക്കണം എന്നുള്ളതൊന്നും അതിനർത്ഥമില്ല. ഓട്ടോമാറ്റിക്കലി അവൻ ദൈവത്തിൻ്റെ സംരക്ഷണത്തിലാവുകയും ദൈവം അറിയാതെ അവന് ഒന്നും ജീവിതത്തിലൊന്നും സംഭവിക്കാൻ ഇടവരാതിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ടോട്ടലായിട്ടുള്ള ഇതിൻ്റെ ഒരു ഉത്തരം. എത്ര പേർക്ക് ഇത് മനസ്സിലായി എന്ന് അറിയില്ല. കാരണം നമ്മൾ ഒരു ഘട്ടത്തിൽ നിന്ന് തുടങ്ങി എത്തിയിരിക്കുന്നത് വേറൊരു സ്ഥലത്തേക്കാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, ആദ്യം തന്നെ വന്നത് ഈ വയലൻസിനെ പറ്റിയായിരുന്നു. എന്തുകൊണ്ടാണ് വയലൻസ് ഈ പഴയ നിയമത്തിൽ കാണാനായിട്ട് സാധിക്കുന്നത്? അപ്പോൾ പുതിയ നിയമത്തിൽ വന്നപ്പോഴും അതിനൊരു മാറ്റവും ഇല്ല. പക്ഷേ അവിടെ മാറ്റം വന്നത് എന്തുകൊണ്ടാണ്? ക്രിസ്തു ഈ ലോകത്തിന് വേണ്ടി മരിച്ച് ഈ പാപപരിഹാരം മൊത്തം ഏറ്റെടുത്തത് കൊണ്ട് അവിടെ ഇനി ശിക്ഷയ്ക്ക് ഇനി സ്ഥാനമില്ല. പക്ഷേ ഈ നീതി ആർക്കൊക്കെ ആപ്ലിക്കബിളാണ്? അതായത് ആദ്യത്തെ നിയമം ഇപ്പോഴും ആപ്ലിക്കബിളാണ് ആർക്കൊക്കെ? യേശുവിൽ വിശ്വസിക്കാത്തവർക്കൊക്കെ ഈ നിയമം ഇപ്പോഴും ആപ്ലിക്കബിളാണ്. അവർ ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അവർ മരണത്തിന് വിധിക്കപ്പെടും. അവർക്ക് ഈ തിന്മയുടെ എല്ലാ തരത്തിലുള്ള ദുരിതങ്ങളും അവരനുഭവിക്കേണ്ടി വരും. അവർക്ക് തിന്മയ്ക്ക് എന്ത് വേണമെങ്കിലും അവരെ ചെയ്യാനായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്. അവർ ഓട്ടോമാറ്റിക്കലി ദൈവത്തിൻ്റെ ഇതിൽ നിന്ന് മാറിപ്പോവും. അപ്പോൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമാണ് ക്രിസ്തു നേടിത്തന്ന ഈ പാപപരിഹാരത്തിൻ്റെ ഗുണം കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെ ഉള്ള ക്ലോസ് ഉള്ളത് കൊണ്ട് ക്രിസ്ത്യാനിക്ക് എന്ത് തെറ്റ് വേണമെങ്കിലും ചെയ്യാം,
ക്രിസ്തു പാപപരിഹാരം നേടി, അതുകൊണ്ട് ഞാനിനി ഇഷ്ടത്തിനനുസരിച്ച് എനിക്ക് ജീവിക്കാം, ആരെ വേണമെങ്കിലും തല്ലാം കൊല്ലാം എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. കാരണം ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ക്രിസ്തു ജീവിച്ചതുപോലെ അവനും ജീവിക്കണം, ക്രിസ്തു പറഞ്ഞത് അവൻ ഫോളോ ചെയ്യണം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവൻ ഈ നിയമങ്ങൾ പാലിക്കാതെ അവന് ജീവിക്കാനായിട്ട് സാധിക്കില്ല. ക്രിസ്തു ഒരു നിയമവും തെറ്റിച്ചിട്ടില്ല. പ്രത്യേകിച്ച് ആ നിയമങ്ങൾ വീണ്ടും വീണ്ടും ഏറ്റുപറയുകയാണ് ചെയ്തത്. ദൈവം കൊടുത്തിരുന്ന നിയമങ്ങൾ വീണ്ടും പറഞ്ഞു, ഈ നിയമങ്ങളും അതോടൊപ്പം തന്നെ വേറെ നിയമം ഞാൻ തരുന്നു, എല്ലാവരും പരസ്പരം സ്നേഹിക്കുക, നിങ്ങളെ ഉപദ്രവിക്കുന്നവരോട് നിങ്ങൾ കരുണയോടെ പെരുമാറുക, ശത്രുക്കളെ സ്നേഹിക്കുക എന്നുള്ള കാര്യം കൂടി പറഞ്ഞു തന്നു. അപ്പോൾ ഇതാണ് ടോട്ടലായിട്ടുള്ള സംഭവം. ഇനി ഇതിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു? ഇനി ബൈബിളിലെ പല കാര്യങ്ങൾ കാണുമ്പോൾ ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ നീതി ഞാൻ പറഞ്ഞു, ഇത് രണ്ടും നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ സ്നേഹമാണോ ബൈബിളിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, അതോ ദൈവത്തിൻ്റെ ക്രോധമാണോ? നിങ്ങൾ ബൈബിൾ ആദ്യം മുതൽ അവസാനം വരെ പോകുമ്പോൾ, ഞാൻ മുമ്പും പറഞ്ഞു, ഈ മനുഷ്യൻ്റെ പ്രവൃത്തി മൂലം ഈ ബൈബിളിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് ആദ്യത്തെ 10 പേജിൽ തീരേണ്ടതാണ്. മനുഷ്യൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് 10 പേജ് എന്നുള്ളത് പിന്നീട് 20 പേജ്, 50 പേജ്, അപ്പോൾ വീണ്ടും 50 പേജിൽ മുഴുവനായിട്ട് തീർത്ത് കളയേണ്ട ചരിത്രമാണ് പിന്നെ വീണ്ടും നീണ്ടു വന്നത്. ഇന്നത്തെ ബൈബിളിൽ 1500 പേജ് ഉണ്ടെങ്കിൽ ഈ 1500 പേജ് വരെ ഈ ബൈബിള് പോയതിൻ്റെ കാരണം ദൈവത്തിൻ്റെ കരുണ മാത്രമാണ്, ദൈവത്തിൻ്റെ സ്നേഹം മാത്രമാണ്. മനുഷ്യരെല്ലാവരും രക്ഷിക്കപ്പെടണം, മനുഷ്യർ നശിച്ചു പോകരുതെന്നുള്ള ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഈ ബൈബിൾ ഇത്രയധികം വലിപ്പം വന്നത്, മനുഷ്യൻ്റെ ചരിത്രവും ഇത്രയധികം വന്നത്. അപ്പോൾ അത് ഒന്നാമത്തെ ഒരു കാര്യം. പിന്നെ ഇതിനോട് ചേർത്ത് നിർത്തി ഞാൻ പറയാനായിട്ട് ഉദ്ദേശിച്ചത്, നമ്മുടെ ക്രിസ്ത്യാനിയുടെ ജീവിതം പ്രാക്ടിക്കലല്ല എന്ന് പറയുന്നവരോട് പറയാനുള്ള ഒരു എക്സാമ്പിളാണ്. ഞാൻ പറഞ്ഞു, ദൈവാത്മാവിനെ സ്വീകരിക്കാതെ ഒരു ക്രിസ്ത്യാനിക്ക് ക്രിസ്ത്യാനിയായി ജീവിക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഇന്ന് പല ക്രിസ്ത്യാനികളും കള്ളന്മാരും മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നവരും ദൈവത്തിനെതിരെ പ്രവർത്തിക്കുന്നവരും ആയി മാറിയത്. കാരണം അവരുടെ ഉള്ളിൽ ഈ ആത്മാവ് പ്രവർത്തിക്കുന്നില്ല, ആത്മാവിനെ അവർ സഹായത്തിനായിട്ട് ലഭിക്കുന്നില്ല. അവരിപ്പോഴും മറ്റു മനുഷ്യരെയും മറ്റുള്ള തിന്മയുമാണ് ആശ്രയിക്കുന്നത്. പേരുകൊണ്ട് മാത്രം ക്രിസ്ത്യാനികളായാൽ ഒരു കാര്യമില്ല. ദൈവാത്മാവിനെ സ്വീകരിക്കാതെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിൽ നിലനിൽക്കാതെ നമുക്ക് ക്രിസ്ത്യാനിയായിട്ടിരിക്കാനോ വിശ്വാസം പ്രഖ്യാപിക്കാനോ മറ്റുള്ളവരോട് വിശ്വാസം പറയാനോ സ്വന്തമായി ജീവിക്കാനോ സാധിക്കില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ കരണത്തടിച്ചവന് തിരിച്ച് എങ്ങനെ നമ്മൾ മറ്റു മുഖം കൂടി കാണിച്ചു കൊടുക്കും. അപ്പോൾ അവിടെ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം പറയാനുള്ളത്, ദൈവം ഈ നിയമം മാത്രമല്ലല്ലോ, ഈ കാര്യം മാത്രമല്ല പറഞ്ഞിരിക്കുന്നത്. ദൈവം മനുഷ്യന് വിവേകവും ബുദ്ധിയും തന്നിട്ടുണ്ട്. ഒരാൾ നമ്മൾ ഉപദ്രവിക്കാൻ വരുമ്പോൾ നമ്മുടെ വായിൽ നാക്കുണ്ട്, നമുക്ക് സംസാരിക്കാം, സ്നേഹത്തോടുകൂടി പെരുമാറാം ആ വ്യക്തിയെ. അല്ലാതെ അടിക്കാൻ വേണ്ടി തലയും കവളും കാണിച്ചുകൊണ്ട് ഇങ്ങനെ നോക്കി നിൽക്കണമെന്നില്ല, അവിടെ അർത്ഥമില്ല അല്ലേ? ദൈവം അങ്ങനെ പറഞ്ഞത് അതേ മനോഭാവം ആയിരിക്കണം എല്ലാവർക്കും ഉണ്ടാവേണ്ടത് എന്നുള്ളതാണ്. എല്ലാവരോടും കരുണയോടെ പെരുമാറണം, അല്ലെങ്കിൽ നമ്മൾ തിരിച്ച് അവരെ ഉപദ്രവിക്കാനായിട്ട് പോകരുത് എന്നുള്ള കൺസെപ്റ്റാണ് ഈശോ പറയാനായിട്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ ഒരാൾ നമ്മൾ ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ നമുക്കെതിരെ സംസാരിക്കാനോ വരുമ്പോൾ നമ്മുടെ നല്ല വാക്ക് മതി ആ വ്യക്തിയെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ട്. നിങ്ങൾക്കും അതിനുള്ള അനുഭവങ്ങൾ ഉണ്ടായെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നമ്മളൊരു വളരെ ദേഷ്യത്തിൽ വരുന്ന ഒരാളെ നമ്മൾ ഉപദ്രവിക്കാനോ നമ്മളെ ചീത്ത പറയാനോ വരുമ്പോൾ നമ്മൾ അതേ രീതിയിൽ അയാളോട് പെരുമാറാതെ കുറച്ച് സൗമ്യതയോടുകൂടി സ്നേഹത്തോടുകൂടി പെരുമാറുമ്പോൾ അവരുടെ കോപം ഉടനെ തന്നെ തണുത്തു പോവുകയും അവർ നമ്മളോടും വളരെയധികം മാന്യമായിട്ട് പെരുമാറുകയും ചെയ്യുന്ന അനുഭവങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു തിന്മ കൊണ്ട് നമുക്ക് നേരിടാനായിട്ട് സാധിക്കില്ല. തിന്മ കൊണ്ട് നേരിടാൻ പോയി കഴിഞ്ഞാൽ അത് വലിയൊരു തിന്മയായിട്ട് അവസാനം മാറും. അതുപോലെ തന്നെ ഇതിനോട് ചേർത്ത് നിർത്തി പറയാവുന്ന ഒരു ഉദാഹരണം,
മദർ തെരേസയുടെ ജീവിതത്തിൽ നിന്നുള്ളതാണ്. മദർ തെരേസ നമുക്കറിയാം, ഒരു നല്ലൊരു ജീവിതം നയിച്ചിരുന്ന ഒരു പെൺകുട്ടി സന്യാസിയാവാനായിട്ട് തീരുമാനിക്കുന്നു. ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി മനുഷ്യരോടുള്ള സേവനമാണ് തൻ്റെ ജീവിത ലക്ഷ്യമെന്ന് കരുതിക്കൊണ്ട് കൽക്കട്ടയിലെ തെരുവുകളിൽ അന്നത്തെ കാലഘട്ടത്തിൽ ഒരാൾ പോലും തിരിഞ്ഞു നോക്കാനില്ലാത്ത ജനത്തിൻ്റെ സംരക്ഷിക്കാനും അവരെ ഏറ്റെടുക്കാനായിട്ട് വരികയാണ്. ഇന്ന് മദർ തെരേസയ്ക്കെതിരെ വളരെ മോശമായ വാക്കുകൾ ഉപയോഗിക്കുന്ന വ്യക്തികൾ അന്നത്തെ കാലത്തും അവരുടെ സംഘടനകളും ആളുകളുണ്ടായിരുന്നു. അവരുടെ തന്നെ ജനങ്ങൾ പുഴുക്കളെ പോലെ ഈ ഓടകളിൽ കിടന്ന് നടക്കുമ്പോൾ അവരുടെ മക്കൾ ഇതേപോലുള്ള മലിനമായിട്ടുള്ള ജീവിതത്തിൽ ജീവിക്കുമ്പോഴൊന്നും അവർക്ക് ബുദ്ധിമുട്ടുണ്ടായില്ല. ഈ അമ്മ ഈ മക്കളെ ചേർത്ത് പിടിച്ച് അവരെല്ലാവരെയും അവിടെ നിന്ന് രക്ഷിച്ചു കൊണ്ടുവന്ന് അവർക്കൊരു അഭയവും അവർക്കൊരു സ്നേഹവും അവർക്ക് ഭക്ഷണവും കൊടുത്തു കഴിഞ്ഞപ്പോൾ മറ്റുള്ളവർക്കൊക്കെ ബുദ്ധിമുട്ടായി. അവർ കാട്ടുകള്ളി എന്നുള്ള പേരൊക്കെ അവരുടെ മേലിൽ ചാർത്താനായിട്ട് തുടങ്ങി. എന്നാൽ ഇതുപോലുള്ള ജനങ്ങൾ നശിച്ചു പോയതൊന്നും അവർക്കൊരു ബുദ്ധിമുട്ടില്ലാത്തൊരു സംഭവമായി. അപ്പോൾ അങ്ങനെ മദർ തെരേസയുടെ ഒരു ജീവിതത്തിൽ ഒരു സംഭവം എന്ന് പറയുന്നത്, മദർ തെരേസ അറിയാലോ, മദർ തെരേസയുടെ കയ്യിലൊന്നുമില്ല. എന്നാൽ നിരവധി കുട്ടികളെയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. അവർക്കെല്ലാവർക്കും വേണ്ടി ഭക്ഷണം കണ്ടെത്തണം. അപ്പോൾ മദർ തെരേസ ചെയ്യുന്നത്, മദർ തെരേസ മറ്റുള്ളവരുടെ മുന്നിൽ ഭിക്ഷ യാചിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ തങ്ങളുടെ മഠത്തിനോട് ചേർന്നിട്ടുള്ള ഒരു സ്ഥാപനത്തിൽ, ഒരു കടയിൽ മദർ തെരേസ കയറി ചെല്ലുന്നു. അപ്പോൾ മദർ തെരേസയുടെ ഈ പ്രവൃത്തികൾ കണ്ട് ഇഷ്ടമല്ലാതിരിക്കുന്ന ഒരു വ്യക്തിയാണ് ആ കടയിലുള്ളത്. കാരണം ഇവർ ക്രിസ്തുമതം പ്രചരിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒക്കെ വിചാരിച്ചിരിക്കുന്നത് ഇവരെ സംശയദൃഷ്ടിയോടെ കാണുന്ന ഒരു കടക്കാരനായിരുന്നു ആ കടയുടെ ഉടമ. അപ്പോൾ ഈ കടക്കാരൻ്റെ അടുത്തേക്ക് മദർ തെരേസ കടന്നു ചെല്ലുന്നു. എന്നിട്ട് പറയുന്നു, ഞങ്ങൾക്ക് ഭക്ഷണം വയ്ക്കാനായിട്ടൊന്നുമില്ല, എന്തെങ്കിലും തന്ന് സഹായിക്കണം എന്ന് പറയുന്നു. അപ്പോൾ ഈ കടക്കാരൻ തികഞ്ഞ അവജ്ഞയോടെ ഈ കൈകളിലേക്ക്, മദർ തെരേസയുടെ കൈകളിലേക്ക് തുപ്പാണ്. ആ തുപ്പൽ കയ്യിലേക്ക് വീടുമ്പോൾ ഈ മദർ തെരേസ ഒരു ഭാവവ്യത്യാസമില്ലാതെ ആ തുപ്പൽ തൻ്റെ സാരി തലപ്പിൽ തുടച്ചതിന് ശേഷം കൈ വീണ്ടും നീട്ടിക്കൊണ്ട് ചോദിക്കുകയാണ്, അങ്ങ് എനിക്ക് തന്നത് എനിക്ക് മനസ്സിലായി, അത് ഞാൻ സ്വീകരിച്ചു, ഇനി എൻ്റെ മക്കൾക്കുള്ളതും കൂടി താന്ന്. അപ്പോൾ ആ ഒരു വാക്ക് കേട്ടപ്പോൾ ആ കടയുടമ ചങ്ക് പൊട്ടി, ആ കടയുടമയുടെ ഹൃദയം തകർന്നു പോയ സിറ്റുവേഷനാണ്. അവർ പിന്നീട് ഈ മദർ തെരേസയ്ക്കും ഈ മക്കൾക്കും വേണ്ടിയിട്ടുള്ള സഹായവും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് മദർ തെരേസയോടൊപ്പം എല്ലാത്തിനും കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ചരിത്രം. അപ്പോൾ ഇങ്ങനെ ഒരു വ്യക്തിക്ക് പറയണമെങ്കിൽ അവിടെ ദൈവാത്മാവ് കൂടാതെ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇന്ന് പലരും ചാരിറ്റികൾ ചെയ്യുമ്പോൾ വഴിയിൽ വെച്ചിട്ടിട്ട് പോവുകയും അത് വേറെ രീതിയിലൊക്കെ പണസമ്പാദനത്തിനും മറ്റുള്ള തിന്മകൾക്കൊക്കെ കാരണമാകുന്നതിൻ്റെ പ്രധാന കാരണം ഉള്ളിൽ ദൈവാത്മാവില്ലാതെ ഒരു നന്മയും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും നന്മ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റണമെങ്കിൽ എൻ്റെ സഹായം കൂടിയേ തീരൂ. ദൈവാത്മാവില്ലാതെ ഒരു വ്യക്തിക്കും ഒരു ക്രിസ്ത്യാനിക്കും ക്രിസ്തീയതയിൽ ജീവിക്കാനായിട്ട് സാധിക്കില്ല, ക്രിസ്തുവിനെ പോലെ പെരുമാറാനായിട്ട് സാധിക്കില്ല, ജീവിക്കാനായിട്ട് ഒന്നും പറയാനോ ഒന്നിനും സാധിക്കില്ല. അപ്പോൾ ഈ ആത്മാവിനെ നേടുകയാണ് ആദ്യം ചെയ്യേണ്ടത് ഒരു മനുഷ്യന്. യേശുവിൽ വിശ്വസിക്കുന്നതോടൊപ്പം ഈ ആത്മാവിനെയും കൂടി നമ്മൾ സ്വീകരിച്ചേ തീരും. അപ്പോൾ ഈ ഒരു ചിന്തയോടുകൂടി എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വെൽക്കം ടു കോമൺ സെൻസ്.